നമസ്കാരം. ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. കെ എം മാണി അന്തരിച്ചു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് എറണാകുളം ലേക്ക് ഷോർ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പ്രജീഷ് ലേക്ക് ഷോർ ആശുപത്രിയിൽ നിന്നും. പ്രജീഷ്, മറ്റന്നാളാണ് സംസ്കാരം. നാളെ രാവിലെ 10 മണിയോടുകൂടി ലേക്ക് ഷോർ ആശുപത്രിയിൽ നിന്നും വിലാപയാത്രയായി മൃതദേഹം പാലായിൽ എത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങളൊന്ന് പറയാമോ? നികേഷ്, തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റന്നാളാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. നാളെ രാവിലെ 9:30 എറണാകുളം ലേക്ക് ഷോർ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വിലാപയാത്രയായി വൈക്കം വഴിയാണ് പോകുന്നത്. അത് കോട്ടയം കേരള കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസിൽ ഉച്ചയോടുകൂടി എത്തിച്ചേരും. അവിടെ വെച്ച് പൊതുദർശനത്തിന് വയ്ക്കുന്നുണ്ട്. ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് കോട്ടയം തിരുനക്കര മൈതാനിയിൽ ഈ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുന്നത്. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോവുകയും മറ്റന്നാൾ രാവിലെ വീട്ടിൽ വെച്ച് സംസ്കാര ശുശ്രൂഷകൾ ചെയ്ത ശേഷം കോട്ടയം കത്തീഡ്രൽ പള്ളിയിലാണ് മൃതദേഹം സംസ്കരിക്കുക. ഇന്ന് വൈകുന്നേരം 4:57 അദ്ദേഹത്തിൻ്റെ ഒരു ഭൗതിക ഈ മരണം സ്ഥിരീകരിച്ചത്. ലേക്ക് ഷോർ ആശുപത്രിയിൽ കഴിഞ്ഞ 3 ദിവസമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. നേരത്തെ തന്നെ ശ്വാസകോശ സംബന്ധമായ ചികിത്സയുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ ലേക്ക് ഷോർ ആശുപത്രിയിൽ ഏതാണ്ട് 1 മാസത്തോളമായി ചികിത്സയിലായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 3 ദിവസം മുൻപാണ് വീണ്ടും അഡ്മിറ്റ് ചെയ്തത്. അതിനുശേഷം ഇന്നലെയോടുകൂടി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടെന്ന് അറിയിക്കും. ഇന്ന് രാവിലെയും ശ്വാസോച്ഛ്വാസം നടക്കും എന്ന രീതിയിൽ പറയുകയുണ്ടായി. എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ രക്തസമ്മർദ്ദം ഉയർന്നും താഴ്ന്നു നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. നേരത്തെ തന്നെ കഴിഞ്ഞ 17 വർഷമായി വൃക്ക സംബന്ധമായ അസുഖമുള്ളതിനാൽ തന്നെയും അദ്ദേഹത്തിൻ്റെ രക്തസമ്മർദ്ദം നിയന്ത്രണാതീതമായതോടുകൂടി തന്നെ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. അതിനുശേഷമാണ് വൈകുന്നേരം 4:57 ഈ മരണം ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പ്രജീഷാണിപ്പോൾ ലേക്ക് ഷോർ ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. മറ്റന്നാളാണ് മൃതദേഹം സംസ്കരിക്കുന്നത്. നാളെ രാവിലെ 10 മണിക്ക് ലേക്ക് ഷോർ ആശുപത്രിയിൽ നിന്നും പാലായിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. PC ജോർജ്, ആൻ്റണി രാജു, ജേക്കബ് ജോർജ്, KVS ഹരിദാസ് തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലുള്ളത്. ടെലിഫോൺ ലൈനിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ ചർച്ചയ്ക്ക് ക്ഷണിക്കുന്നു. ആദ്യം ശ്രീ KVS ഹരിദാസ്, 1979 ഏതാണ്ട് 2015 ഏകദേശവും ഒക്കെ തന്നെയും സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത കെ മാണിയിൽ തെളിഞ്ഞിരുന്നു. ആദ്യം തന്നെ ഒരു പ്രാദേശിക പാർട്ടി 1964 കെ മാണി ഭാഗഭാക്കായിരുന്നില്ല എങ്കിൽ ഒരു കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ ഇതിനേക്കാൾ ഉയർന്ന പദവിയിൽ ശ്രീ കെ മാണിക്ക് എത്താൻ കഴിയുമായിരുന്നു? അതോ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ മാണിയുടെ ഏറ്റവും നല്ല പൊസിഷൻ കേരള കോൺഗ്രസിൽ തന്നെയായിരുന്നു? അദ്ദേഹം കോൺഗ്രസ്സിലായിരുന്നെങ്കിൽ എൻ്റെ ഒരു വിലയിരുത്തൽ അദ്ദേഹം ദേശീയ തലത്തിലെത്തുമായിരുന്നു കോൺഗ്രസ്സിനകത്ത്. നമ്മളിവിടെ ഒരു കാണേണ്ട ഒരു കാര്യം, ഈ കത്തോലിക്ക വിഭാഗത്തിൽ നിന്ന് കോൺഗ്രസ്സിൽ അടുത്ത കാലത്തൊന്നും വലിയ നേതാക്കന്മാരൊന്നും ഉണ്ടായിട്ടില്ല. ചിലരൊക്കെ എത്തിയിട്ടുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ മാണിയെ വെല്ലുന്ന തലത്തിലേക്ക് ഒരു നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അദ്ദേഹം പക്ഷേ ഒരു സ്വന്തം നിലയ്ക്ക് ഒരു സംവിധാനമുണ്ടാക്കി. അതൊരു കർഷകരുടെ പ്രസ്ഥാനമായിരുന്നു, കർഷകർക്ക് വേണ്ടി നിലകൊണ്ടു. അതേ സമയത്ത് തന്നെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിൻ്റെ ഒരു വക്താവായിട്ടും അദ്ദേഹത്തിന് പെട്ടെന്ന് മാറാൻ കഴിഞ്ഞു. അതൊരു വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത്. അതിനൊക്കെ നമ്മൾ ഈ സാമുദായിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു, കാർഷിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും അതിനൊരു എന്താ പറയുക, ഒരു ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കുക, ഐഡിയോളജിക്കൽ ബേസ് ഉണ്ടാക്കാനുള്ള ശ്രമവും മാണി സാർ നടത്തിയിരുന്നു എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വേറൊരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, ഇത്രമാത്രം എല്ലാവരുമായിട്ടും ഇടപഴകിയിട്ടുള്ള, സ്നേഹിച്ചു പോയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ കേരളത്തിൽ വേറെ കണ്ടിട്ടുണ്ടാവും. എല്ലാവരോടും സ്നേഹമായിരുന്നു. അതാണ് ഈ ക്രിസ്തുദേവനെ കുറിച്ച് പറയുന്നത് പോലെ സ്നേഹം മാത്രം കൊടുക്കുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം. ജേക്കബ് ജോർജ്, ഒരുപക്ഷെ കെ മാണിയെ
ഇത്ര കണ്ട് ഫോളോ ചെയ്ത മറ്റൊരു ജേർണലിസ്റ്റ് ഉണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട്. അധികാരത്തിലെത്തുന്നതിനുള്ള, നേരത്തെ KVS ചൂണ്ടിക്കാണിച്ചതുപോലെ, അധികാരത്തിലെത്തുന്നതിനുള്ള മാർഗം മാത്രമായിരുന്നു കെ എം മാണിയുടെ കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം എന്ന്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇന്നിപ്പോൾ റെക്കോർഡിട്ട് നിൽക്കുന്നത് നിയമസഭാംഗത്വത്തിൻ്റെ പേരിലും മന്ത്രിസഭാംഗത്വത്തിൻ്റെ പേരിലുമൊക്കെ തന്നെയും. അങ്ങനെ ജീവിച്ച അധികാരത്തിലെത്തുമ്പോൾ സ്വാഭാവികമായും പരസ്പരമുള്ള കാലുഷ്യം വളരെയധികമായിരിക്കുമല്ലോ. എന്നിട്ടും കെ മാണി എല്ലാവരോടും സ്നേഹം കാണിച്ചു എന്ന് മാത്രമല്ല, കെ മാണിയോട് എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ്. അതെങ്ങനെ സാധിച്ചു കെ മാണി എന്ന അധികായൻ? അധികാരത്തെ മാത്രമല്ല, അധികാരം കിട്ടാൻ വേണ്ടി നടത്തുന്ന വഴികളെയും അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളെയും ഒക്കെ രാഷ്ട്രീയക്കാരായിട്ട് സ്നേഹിച്ചയാണ്. അതൊക്കെ രാഷ്ട്രീയമാണ്. കെ മണിയുണ്ട് അടി മുതൽ മുടി വരെ രാഷ്ട്രീയക്കാരനാണ്. അതിനകത്ത് ഒത്തീർപ്പില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒരിക്കലും ഒരു വിട്ടുവീഴ്ച ചെയ്തില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം അതങ്ങനെ ആ ഒരു വണ്ടി പോലെ മുന്നോട്ട് പോവുകയാണ്. അത് കെ എം മാണിയുടെ രാഷ്ട്രീയം, കേരള കോൺഗ്രസ് രാഷ്ട്രീയം. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ കെ എം മാണി അദ്ദേഹത്തിന്റെ സ്വന്തം പരിധിയിൽ നിർത്തി. ഓർക്കണം, 1964 15 കോൺഗ്രസുകാർ കേരള നിയമസഭയിൽ നിന്ന് ആർസെങ്കിലെ മറിച്ചു വിട്ടിട്ട് കേരള കോൺഗ്രസ് ഉണ്ടാക്കിയപ്പോൾ അത് കെ എം മാണിയില്ല. 1964 അദ്ദേഹം അന്ന് കെ എം മാണി അന്ന് കോൺഗ്രസിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കോട്ടയം ജില്ലാ സെക്രട്ടറി മാത്രമാണ്. കോട്ടയം ജില്ലാ സെക്രട്ടറിയാണ്. അപ്പൊ കോൺഗ്രസ് എന്ന വലിയ പാരാവാരം വിട്ടിട്ട് കേരള കോൺഗ്രസ് എന്ന പാർട്ടി എന്താന്ന് ഇതുവരെ അറിയാൻ മേലാത്ത ഒരു കേരള കോൺഗ്രസ് ഒരു പാർട്ടി ചേരാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് പിന്നെ വേറൊരു കാര്യമുള്ളത്, ആ കേരള കോൺഗ്രസ് 1964 ഒക്ടോബർ 9 സ്ഥാപിക്കുന്നത് ഒരു നാനാജാതി മതസ്ഥരൊക്കെ കൂടി വേറൊരു വലിയ പ്രാദേശിക പാർട്ടിയായിട്ടാണ്. അത് കോട്ടയത്തെ ശ്രീവിലാസ് ലോഡ്ജ് അവിടെ ചേരുന്ന യോഗം, പിന്നീട് പൊതുയോഗത്തിൽ കേരള കോൺഗ്രസ് എന്ന പേര് ഈ പാർട്ടിക്ക് നൽകിക്കൊണ്ട് ഒരു വലിയ ചരിത്ര പ്രസിദ്ധമായ പ്രഖ്യാപനം നടത്തുന്നത് സാക്ഷാൽ മന്നത്ത് പത്മനാഭനാണ്, NSSന്റെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ. അങ്ങനെ എല്ലാ ജാതിക്കാരും എല്ലാ മതസ്ഥരും ഒക്കെ ഉൾക്കൊണ്ട നേതൃത്വമായിരുന്നു. ഈ 15 പേർ പിണങ്ങി വന്ന കോൺഗ്രസ്സുകാർ തന്നെ 7 പേരേ ഉള്ളൂ ക്രിസ്ത്യാനികൾ. 8 പേരും ക്രിസ്ത്യാനികളല്ലാത്ത വിവിധ ജാതിക്കാരും വിവിധ മതസ്ഥരുമാണ്, നോൺ ക്രിസ്ത്യൻസ് ആണ്. പക്ഷെ അത് പിന്നീട് ഒരു ക്രിസ്ത്യൻ പാർട്ടിയായിട്ട് ചുരുങ്ങി, അങ്ങനെയൊക്കെ ചുരുങ്ങി. പക്ഷെ എന്തൊക്കെയാണെങ്കിലും കെ എം മാണി അതിന്റെ കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ, കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ തലപ്പത്ത് തല ഉയർത്തി നിന്നു. ആ ഒരു തലയെടുപ്പ്, ഒരു അന്തസ് ഉണ്ടായിരുന്നു. ആ തലയെടുപ്പിന് ഒരു അഴകുണ്ടായിരുന്നു, 7 അഴകുണ്ടായിരുന്നു ആ തലയെടുപ്പിന് എന്ന് പറയാതെ വയ്യ. കെ എം മാണി ആക്കിയത് തികച്ചും കേരള കോൺഗ്രസ് തന്നെയാണ്. ജേക്കബ് ജോർജിലേക്ക് മടങ്ങിയത്. ശ്രീ KVS ഹരിദാസ്, കേരള കോൺഗ്രസിൻ്റെ ഭാവി ഇനി എന്താണ്? ഇപ്പോൾ നമുക്ക് അറിയാം, കേരള കോൺഗ്രസ് എന്ന് പറയുന്ന കുറേ പാർട്ടികളുണ്ട്, ചെറുകിട ഗ്രൂപ്പുകളുണ്ട്. പക്ഷെ കെ മാണി എന്ന് പറയുന്ന രാഷ്ട്രീയ അധികായൻ്റെ തലയെടുപ്പിലായിരുന്നു ഇതുവരെ അത് അന്ത്യശ്വാസം വലിക്കാതിരുന്നത്. അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ ചെറിയ ഗ്രൂപ്പുകൾക്കും പോലും പ്രസക്തി ഉണ്ടായിരുന്നത് കേരള കോൺഗ്രസ് എന്ന വലിയ പ്രസ്ഥാനത്തെ കെ മാണി നയിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളതുകൊണ്ടാണ്. നേരത്തെ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ 64 പാർട്ടി പിറവിയെടുക്കുമ്പോൾ മന്നത്താണ് അതിനെ തിരികൊളുത്തിയത്. അതൊരു ക്രിസ്ത്യൻ പാർട്ടി ആയിരുന്നില്ല. പിന്നീട് മാണി സാറിനെ പോലുള്ള നേതാക്കന്മാരുടെ ആവശ്യത്തിനനുസരിച്ചാണ് അതൊരു ക്രിസ്ത്യൻ പാർട്ടിയായി മാറുകയും ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ക്രിസ്ത്യൻ പാർട്ടിയെ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ആവശ്യമുണ്ടോ? മാണി സാർ ഇല്ലാത്ത കേരള കോൺഗ്രസിനെ ജനം അംഗീകരിക്കുന്നു. ഇവിടുത്തെ പ്രശ്നം ഞാൻ കാണുന്നത്, ഈ മാണി സാർ ഇല്ലാത്ത കേരള കോൺഗ്രസിന് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. കാരണം കോൺഗ്രസ്സിൽ പ്രത്യേകിച്ച് കേരള കോൺഗ്രസിന് വിഴുങ്ങും. എൻ്റെ ഒരു വിലയിരുത്തൽ, ഇപ്പോൾ ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, ഈ 3 ജില്ലകളിലാണ് കേരള കോൺഗ്രസ്സിന് വലിയ സ്വാധീനമുള്ളത്. എറണാകുളം ജില്ലയിലും കുറച്ചുണ്ട്. പക്ഷേ ഈ മറ്റു 3 ജില്ലയിൽ കേരള കോൺഗ്രസിൻ്റെ സാന്നിധ്യം കൊണ്ട് ഏറ്റവും വീർപ്പ് മുട്ടുന്നത് കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നു.
അവർ നേതാക്കന്മാർ അനവധിയുണ്ട് കോൺഗ്രസ്സിന്, പ്രത്യേകിച്ച് ക്രിസ്തീയ വിഭാഗത്തിൽ നിന്ന്. അവർക്കൊന്നും തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മത്സരിക്കാൻ സീറ്റില്ലാത്തതിനുള്ള കാരണം നമ്മളെന്താണ് കാണുന്നത്? കേരള കോൺഗ്രസ്സുകാരുടെ ക്ലെയിമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് ക്ഷീണിക്കുന്നത് കോൺഗ്രസ്സിന് സഹായകരമാവുകയേ ഉള്ളൂ. അതിനുള്ള അവസരമായിട്ട് ഈ മാണി സാറിൻ്റെ വിടവാങ്ങലിനെ കേരളത്തിലെ KPCC കോൺഗ്രസ് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്. രണ്ടാമത്തേത്, മാണി സാർ ഒരു ടോൾ ഫിഗറായിരുന്നു. എല്ലാവരെയും ഒന്നിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുവാൻ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും PJ ജോസഫിനെയും ഒക്കെ തന്നെ ഒന്നിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ മാണി സാറിന് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു, പലതും പരസ്യമായിട്ട് രംഗത്ത് വന്നതുമാണ്. പക്ഷെ നാളുകളിൽ അത് ആ നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അടുത്ത ജനറേഷന് കഴിയുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ദയവായി തുടരുക. ഞാൻ മടങ്ങിയെത്താൻ താങ്കളിലേക്ക്. ശ്രീ ജേക്കബ് ജോർജ്, താൻ മന്ത്രിയായ മന്ത്രിസഭ നമുക്കറിയാം ഏറ്റവും കൂടുതൽ കാലം നിയമമന്ത്രിയായ ആൾ കൂടിയായിരുന്നു. ധനമന്ത്രി എന്ന റെക്കോർഡിനപ്പുറത്തേക്ക് നിയമമന്ത്രി എന്ന പദവിയിൽ കൂടുതൽ കാലം ഇരുന്ന ആൾ കൂടിയാണ് കെ മാണി. ആ കെ മാണിയുടെ കാലത്ത് കെ മാണി ഇരിക്കുന്ന മന്ത്രിസഭ തന്നെ കെ മാണിക്കെതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതായത് 2015 കെ മാണി ഒരു വർഷത്തേക്കെങ്കിലും മുഖ്യമന്ത്രിയാകുമെന്ന അഭ്യൂഹം, ആ നിലയിൽ PC ജോർജിനെ പോലുള്ളവർ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി മുന്നോട്ട് പോകുന്ന കാലാവസ്ഥ, കോൺഗ്രസിൽ നിന്ന് തന്നെ കെ മാണിക്കെതിരായി ബാർഗോഴ ആരോപണം ഉയർന്നുവെന്നുള്ള കേരള കോൺഗ്രസിൻ്റെ ആക്ഷേപം, പിന്നീട് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ കെ മാണിക്കെതിരെ വിജിലൻസ് കേസ്. ആ വിജിലൻസ് കേസ് തന്നെ കെ മാണിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്തത് എന്നുള്ളത്. പിന്നീട് അതിൻ്റെ തെളിവെടുപ്പ് ഘട്ടങ്ങളിലെല്ലാം തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാദം. ഇതെല്ലാം കെ മാണി എന്ന രാഷ്ട്രീയ അധികായൻ്റെ അവസാന നാളുകളിലെ പതനമായിരുന്നു. അല്ലെങ്കിൽ കെ മാണിയെ പോലൊരു തന്ത്രശാലിക്ക് അങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് കരുതാൻ വയ്യ. ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് കെ മാണി പിന്നീട് അയവിറക്കിയിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് തീർത്താൽ തീരാത്ത പക കോൺഗ്രസിനോട് ഉണ്ടാക്കിയിട്ടുണ്ടോ? അതുകൊണ്ടാണോ 1980-കൾ മുതലുള്ള UDF ബന്ധത്തെ കുറച്ച് ചെറിയ ഇടവേളയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും ശ്രീ കെ മാണി ഉപേക്ഷിച്ചത്? അല്ല, കെ മാണിക്ക് തീർച്ചയായിട്ടും കെ മാണിയുടെ കേരള കോൺഗ്രസിന്റെ എക്കാലത്തെ ശത്രു കോൺഗ്രസ് തന്നെയാണ്, സംശയമൊന്നുമില്ല. കാരണം രണ്ടു കൂട്ടരുടെയും തട്ടകം കോട്ടയമാണ്. വേറെ ഒരു കാര്യം, കോൺഗ്രസിൽ നിന്ന് പിണങ്ങിപ്പോയ കോൺഗ്രസ് നേതാക്കന്മാരാണ് കേരള കോൺഗ്രസ് ആയിട്ട് രൂപാന്തരപ്പെട്ടത്. അപ്പൊ കേരള കോൺഗ്രസ് ഇങ്ങനെ ഇവോൾവ് ചെയ്യുന്നത് കോൺഗ്രസിന്റെ കുറെ ഭാഗങ്ങൾ കീറി മുറിച്ചെടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിൽ എപ്പോഴും ഒരു സംഘർഷം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് കോട്ടയത്ത്. ആ സംഘർഷത്തിന്റെ ഭാഗമായിട്ടാണ് ജോസ് കെ മാണിക്ക് മന്ത്രിസ്ഥാനം കിട്ടാതായത്. ജോസ് കെ മാണിക്ക് മന്ത്രിസ്ഥാനം കിട്ടിയതാണ്, കയ്യിൽ വന്നതാ. പക്ഷെ അത് തെറിപ്പിച്ചു. അത് വളരെ വളരെ ക്ലവറായിട്ടുള്ള രാഷ്ട്രീയ പ്രയോഗത്തിലൂടെ KM മാണിയുടെ മകൻ ജോസ് കെ മാണിക്ക് കിട്ടേണ്ട മന്ത്രിസ്ഥാനം തെറിപ്പിച്ചു കളഞ്ഞു. അത് കോട്ടയത്തെ രാഷ്ട്രീയം, കേരള കോൺഗ്രസും തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. മറിച്ച് വേറെ ഒരു വഴി എന്തെങ്കിലും KM മാണിക്കുണ്ടായിരുന്നു. എനിക്കറിയാം നികേഷേ, അവസാനം ചരൽക്കുന്ന് സമ്മേളനത്തിൽ കേരള കോൺഗ്രസുമായിട്ടുള്ള ബന്ധം മുറിച്ച് മാറിയ ശേഷം മാണിക്ക് തീർച്ചയായിട്ടും CPM-ഉമായിട്ട് അടുക്കണം എന്നുണ്ടായിരുന്നു. കോൺഗ്രസിലേക്ക് തിരിച്ചു പോവുക എന്നത് അചിന്ത്യമായിരുന്നു KM മാണിക്ക് വ്യക്തിപരമായിട്ട്. യാതൊരു സംശയമില്ല. PJ ജോസഫിന് മറിച്ചൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. PJ ജോസഫിനും കൂട്ടർക്കും UDF-ൽ നിൽക്കാൻ തന്നെയായിരുന്നു താല്പര്യം. പക്ഷെ KM മാണി PJ ജോസഫുമായിട്ട് ചേരാൻ തന്നെ, KM മാണി CPM-ഉമായിട്ട് അടുക്കാൻ തന്നെയായിരുന്നു തീരുമാനിച്ചത്. പക്ഷേ അപ്പോഴാണ് PK കുഞ്ഞാലിക്കുട്ടി ഇടപെടുന്നു, ഉമ്മൻചാണ്ടി ഇടപെടുന്നു, ശക്തമായ ഇടപെടൽ. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം തിരിച്ചു വീണ്ടും UDF-ഉമായിട്ട് സന്ധി ചേരുന്നു. അതിന്റെ പിന്നാമ്പുറത്ത് കോൺഗ്രസ് നേതാക്കന്മാർ PJ ജോസഫുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയിരുന്നു. ആ ബന്ധത്തിന്റെ ഒരു പിന്നീടുള്ള ഒരു ബാക്കി പത്രമാണ് ഏറ്റവും അവസാനം നമ്മൾ കണ്ടത്. PJ ജോസഫുമായിട്ടുള്ള നമുക്ക് രാഷ്ട്രീയ നാടകങ്ങളൊക്കെ നമ്മൾ കണ്ടുവല്ലോ ഏറ്റവും ഒടുവിൽ. അപ്പൊ KM മാണി ശരിക്കും പറഞ്ഞാല് നമ്മുടെ 60കളിൽ ഇന്ത്യയുടെ പല ഭാഗത്തും
പൊട്ടി മുളച്ച് വളർന്ന് കോൺഗ്രസിനെ വിഴുങ്ങിയ പ്രാദേശിക രാഷ്ട്രീയമുണ്ടല്ലോ, തമിഴ്നാട്ടിലെ DMK പോലെ, അങ്ങോട്ട് ആന്ധ്രാപ്രദേശ് തെലുങ്ക് ദേശം പാർട്ടി, അതേപോലെ UP SP BSP ബിജു ജനതാദൾ, ബിജു പട്നായിക് ആ ഒരു പരമ്പര, ബീഹാർ സോഷ്യലിസ്റ്റുകളുടെ വരവ്, ആ സോഷ്യലിസ്റ്റ് പാർട്ടികൾ ഒരു മേധാവിത്വം പുലർത്തിയ കാലം, അതൊക്കെയും കോൺഗ്രസിനെതിരായ ദേശവ്യാപകമായ ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നു. ആ നീക്കത്തിന്റെ ഭാഗമായി 60കളുടെ മധ്യം മുതൽ ഇങ്ങോട്ട് 60കളിൽ 70കളിൽ ആ ഒരു രാഷ്ട്രീയത്തിൽ പങ്കാളിയാവാൻ ചേരാൻ കേരള കോൺഗ്രസിന് കഴിഞ്ഞില്ല. അതാണ് എനിക്ക് തോന്നുന്നു കേരള കോൺഗ്രസിന്റെ പരാജയം. അതാണ് KM മാണിയുടെ രാഷ്ട്രീയ പരാജയം. നമ്മൾ ആ തരത്തിൽ കാണുമ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ ഇന്നും കോൺഗ്രസും CPM, ഒരു വശത്ത് CPM നേതൃത്വം, മറുവശത്ത് കോൺഗ്രസ് നേതൃത്വം, രണ്ട് മുന്നണികൾ, ഈ രണ്ട് മുന്നണികൾക്കും ഇടയ്ക്ക് ഒരു സ്പേസ് കണ്ടെത്തി വളർന്ന് ഒരു പാർട്ടിയെ, കേരള കോൺഗ്രസിനെ ഒരു പ്രാദേശിക പാർട്ടിയായി പ്രാദേശിക മുദ്രാവാക്യങ്ങളും പ്രാദേശിക ആവശ്യങ്ങളും ഉയർത്തുന്ന, പ്രാദേശികമായ വാദങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടിയായി വളർത്തിയെടുക്കാൻ ഒരു ശേഷിയുള്ളൊരു നേതാവായിരുന്നു KM മാണി. പക്ഷെ അതത്തിന് കഴിഞ്ഞില്ല. ഇന്നും BJP ശ്രമിക്കുന്നത് ഇത് തന്നെയാണ്. ഈ രണ്ട് മുന്നണികൾക്കും ഇടയിൽ ഒരു സ്പേസ് കണ്ടെത്താൻ വേണ്ടിയുള്ള 15% അകത്ത് നിന്നും കൊണ്ടുള്ള ഒരു കളിയാണ് കളിക്കുന്നത്. ഈ ഒരു കളി 64 മുതൽ 25 MLA-മാരുമായിട്ട് നിയമസഭയിൽ എത്താൻ കഴിഞ്ഞ കേരള കോൺഗ്രസിന് തീർച്ചയായിട്ടും കഴിയുമായിരുന്നു. ആ ഒരു തുടക്കത്തിന്റെ ആവേശത്തിൽ മുന്നോട്ട് പോയിരുന്നെങ്കിൽ കഴിയുമായിരുന്നു. പക്ഷേ അവിടെ പരാജയപ്പെട്ടു. ഒരുപക്ഷെ കോൺഗ്രസ് തന്നെയായിരിക്കും എന്നെ പരാജയപ്പെടുത്തിയത്, യാതൊരു സംശയമില്ല. 1965 25 MLA-മാരുമായിട്ട് നിന്നപ്പോൾ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥയിൽ ശക്തമായ ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധത്തിന്റെ പ്ലാറ്റ്ഫോമിലാണ് കേരള കോൺഗ്രസ് വന്നതും 25 സീറ്റ് നേടിയതെന്നും ഓർക്കണം. ആ സമയത്ത് EMS നമ്പൂതിരിപ്പാട് KM ജോർജിനോട്, കേരള കോൺഗ്രസിന്റെ ചെയർമാൻ KM ജോർജിനോട് പറയുന്നുണ്ട്, KM ജോർജ്, നിങ്ങൾ മുഖ്യമന്ത്രി ആയിക്കൂ, ഞങ്ങൾ സഹായിക്കാം, ഞങ്ങൾ അതിനകത്ത് വരുന്നില്ല, നിങ്ങൾ മുഖ്യമന്ത്രിയാവ്, ഞങ്ങൾ പിന്തുണ തരാം എന്ന് പറഞ്ഞപ്പോൾ KM ജോർജ് മറുപടി പറഞ്ഞത്, തിരുമേനി ഞങ്ങളെ ചതിക്കരുതേ എന്ന് വെച്ചാൽ ഞങ്ങള് ഇങ്ങനെ വേറെ ഒരു ആന്റി കമ്മ്യൂണിസ്റ്റ് പ്ലാറ്റ്ഫോമിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ട് കൂട്ടുകൂടിയാൽ, ഞങ്ങൾ ജനിക്കുമ്പോൾ തന്നെ നിങ്ങളുമായിട്ട് കൂട്ടുകൂടിയാൽ ഞങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും എന്നാണ് KM ജോർജ് പറഞ്ഞത്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് അംഗം കുറിക്കാൻ തന്നെ ഒരുമ്പെട്ട കേരള കോൺഗ്രസ്, KM ജോർജ്, KM മാണി, ആ നേതൃനിര കോൺഗ്രസുമായിട്ടൊരു അംഗം കുറിക്കാൻ തയ്യാറായില്ല. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഒരുപക്ഷെ കേരള കോൺഗ്രസിന്റെ അപജയം ആ ഒരൊറ്റ തീരുമാനത്തിൽ നിന്നാവും തുടങ്ങിയത്. ശ്രീ KV സരിദാസ്, വളരും തോറും വളരുകയും ചെയ്യുന്ന അത്യപൂർവ പാർട്ടി, ലോകത്തിലെ ഏക പാർട്ടി എന്ന് കേരള കോൺഗ്രസിനെ വിശേഷിപ്പിക്കാം. നേരത്തെ താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു പ്രത്യയശാസ്ത്ര പരിവേഷം കേരള കോൺഗ്രസിന് നൽകുകയും അങ്ങനെ ഇടതുപക്ഷ സാന്നിധ്യം ശക്തമായുള്ള കേരളത്തിൽ ആ നിലയിൽ പിടിച്ചു നിൽക്കാനും KM മാണി ശ്രമിച്ചു എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുക എന്നുള്ളതൊരു ലക്ഷ്യമായി ഏറ്റവും ഒടുവിലത്തെ ടേം, തന്നെ മന്ത്രിസ്ഥാനത്തേക്കുള്ള അവസാനത്തെ ടേം എന്ന് അദ്ദേഹം കരുതിയ ആ 5 വർഷക്കാലം അദ്ദേഹത്തിനൊരു മനസ്സിൽ മോഹമുദിച്ചു എന്നും അതാണ് പിന്നീട് ബാർഗോഴയായി ഉയർന്നു വന്നത് എന്നും അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പതനത്തിൻ്റെ ആക്കം കൂട്ടി എന്ന് പറയാം. ഒരുപക്ഷെ ഇപ്പോഴും അദ്ദേഹം അങ്ങനെ ഒരു ആക്ഷേപത്തിൽ നിന്ന് മുക്തനല്ല, അങ്ങനെ ഒരു കേസിൽ നിന്ന് മുക്തനല്ല. ചുറ്റുമിരുന്ന കോൺഗ്രസ്സുകാർ മുഴുവൻ അദ്ദേഹത്തെ അതിൽ കുരുക്കുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മുന്നണി വിടുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചോദ്യം ഇതാണ്, മുഖ്യമന്ത്രിയാവുക എന്നുള്ളൊരു ആത്യന്തികമായ ലക്ഷ്യം KM മാണിയിൽ നമുക്ക് കൃത്യമായി കാണാനാകില്ലേ? അതായിരുന്നില്ലേ അദ്ദേഹം കഴിഞ്ഞ ടേമിൽ ശ്രമിച്ചിട്ടുണ്ടാവുക? അല്ല, അതിന് വേറൊരു കാര്യമുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയം എടുത്താൽ മാണി സാറിനിടത്തോളം അംഗീകാരമുള്ള, പിന്തുണയുള്ള എത്ര നേതാക്കന്മാരുണ്ടായിരുന്നു UDF തന്നെ. കുഞ്ഞാലിക്കുട്ടി ലീഗ് ഭരണ നൈപുണ്യമുള്ള നേതാക്കന്മാർ എത്ര ഉണ്ടായിരുന്നു. മാണി സാർ അതിന് സർവ്വതാ യോഗ്യനായിരുന്നു, യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന് ആഗ്രഹവും ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ UDF അവസാനം 1 വർഷമെങ്കിലും അദ്ദേഹത്തിന് ആ കസേര കൊടുക്കേണ്ടതായിരുന്നു.
ഇത്രയും കാലം UDF-നൊപ്പം നിന്ന ആളാണ്. കൊടുക്കുക എന്ന് പറയുന്നത് സാധ്യമായിരുന്നില്ല, പൊരുതി നേടലായിരുന്നു കെ മാണിയുടെ എപ്പോഴത്തെയും. ഞാൻ പറഞ്ഞത് കൊടുക്കുക എന്നുള്ളത് കോൺഗ്രസിന് സാധിക്കില്ല. കാരണം കോൺഗ്രസ് കൈവിട്ട് പോയാൽ പിന്നെ തിരിച്ചു കിട്ടില്ല എന്നുള്ള ഒരു ആശങ്കയും ഒക്കെ ഉണ്ടാവും അവർക്ക്. പക്ഷേ പൊരുതി നേടാനുള്ള മാണി സാറിൻ്റെ തന്ത്രങ്ങൾ ഇപ്പോൾ നമുക്കറിയാം. PC ജോർജൊക്കെ നടത്തിയിട്ടുള്ള പരസ്യ പ്രസ്താവനകൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെ കൊണ്ട് കുരുക്കി ചാടിച്ചു കോൺഗ്രസ്, ചതിക്കുകയാണ് ചെയ്തത്, പിന്നിൽ നിന്ന് കുത്തുകയാണ് കോൺഗ്രസ്സുകാർ ചെയ്തത്, യാതൊരു സംശയമില്ല. നമ്മളിവിടെ കാണേണ്ടത് മാണി സാറിനെതിരായിട്ട് FIR ഇട്ടു. സമാനമായ ഒരു ആക്ഷേപം കെ ബാബുവിനെതിരായിട്ട് വന്നപ്പോൾ FIR ഇട്ടില്ല. ഇതും നമ്മൾ കാണേണ്ടതാണ് ഈ ഒരേ സമയത്ത് തന്നെ. അപ്പോൾ മാണി സാറിനോട് ഒരു കടുത്ത പകയോടുകൂടി തന്നെയാണ് കോൺഗ്രസ്സുകാർ പെരുമാറിയിരുന്നത്. അദ്ദേഹത്തിനെ കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. അതാണ് അവർ ചെയ്തത് എന്നത് നമുക്ക് കാണാതെ പോയിക്കൂടാ. അതിന് കാരണം അങ്ങനെ ഒരു കേസ് വന്നില്ലായിരുന്നുവെങ്കിൽ മാണി സാറ് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകുമായിരുന്നു എന്നുള്ള ഈ വസ്തുനിഷ്ഠമായ അല്ലെങ്കിൽ യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള വിവരങ്ങൾ തന്നെയാണ്. അത് കോൺഗ്രസ്സുകാർക്ക് ലഭിച്ചിട്ടുണ്ടാവും. അതിനുള്ള അവസരം മാണി സാറിന് നിഷേധിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. അതിന് പിന്നിൽ നിന്ന് കുത്തുകയാണ് ചെയ്തത്. അദ്ദേഹം വേദനയോട് കൂടിയിട്ടാണ് UDF വിട്ടു പോയത്. ആ കേസുകൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ തലയിൽ കൊണ്ടുവച്ചു. നമുക്കറിയാം ബാർ ഇടപാടുകളിൽ കാശ് മേടിച്ചവർ അനവധിയുണ്ട്. പക്ഷേ ഒരു സംഭവത്തിൽ ഏറ്റവും അധികം വിഷമത്തിലാക്കിയത് മാണി സാറിനെയാണ്. മാണി സാർ നിവൃത്തിയില്ലാതെയാണ് UDF വിട്ടുപോയത്, സ്വതന്ത്രമായിട്ട് നിൽക്കാൻ തീരുമാനിച്ചത്. പിന്നീട് ആ സമയത്തും ഇപ്പോൾ മലപ്പുറത്ത് ബൈ ഇലക്ഷൻ വന്നപ്പോഴൊക്കെ തന്നെ മാണി സാർ UDF-നൊപ്പം തന്നെ നിന്നു. ചെങ്ങന്നൂരെ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് അവസാനം ബാർഗെയിൻ ചെയ്തത്, രാജ്യസഭാ സീറ്റ് വാങ്ങിയത് ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഞാൻ മാണി സാറിനെ കാണുന്നത് വേറൊരു തരത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് അടുത്ത് പരിചയമില്ല, പക്ഷേ പരിചയമുള്ളിടത്തോളം ഞാൻ പറഞ്ഞാൽ ഈ സ്നേഹം കൊടുക്കുന്ന ഇത്ര മാത്രം സൗഹൃദം പുലർത്തുന്ന ഒരു രാഷ്ട്രീയ നേതാക്കന്മാർ ചുരുക്കമാണ്. പ്രത്യേകിച്ച് പാലാ നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ BJP-യെ തൊട്ട് വടികൊണ്ട് പോലും തൊടാൻ മടിക്കുന്ന നേതാക്കന്മാരുണ്ട്. കിട്ടുന്ന അവസരത്തിലൊക്കെ തന്നെ BJP-യെ ആക്ഷേപിക്കുന്ന BJP-ക്ക് പക്ഷേ ഒരു ടാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് എല്ലാ കാലഘട്ടത്തിലും കെ മാണിയുമായി ഞാൻ പറഞ്ഞുതരാം. BJP-യെ തുറന്ന് BJP-യെ ആക്ഷേപിക്കുന്ന, BJP-യെ RSS-നെ ആക്ഷേപിക്കുന്ന നേതാക്കന്മാരാണ് ഈ കോൺഗ്രസിൻ്റെയും ഭാഗത്തുള്ള എല്ലാവരും, BJP വിരുദ്ധ പക്ഷത്തുള്ളവരൊക്കെ തന്നെ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ തുറന്നു പറയട്ടെ, മാണി സാറ് RSS-നെ പരസ്യമായി വിമർശിക്കണം ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. BJP-യെ പോലും മധ്യതിരുവിതാംകൂറിൽ കെ മാണിക്ക് BJP-യോട് എപ്പോഴും ഒരു ടാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ്, ഒരു സൗഹൃദമുണ്ടായിരുന്നു. പാലാ മണ്ഡലത്തിൽ 25,000 വോട്ട് ഭൂരിപക്ഷമുള്ള കെ മാണിക്ക് പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 5,000-ഉം അതിൽ ചുരുങ്ങിയുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ 5,000-ൽ തന്നെ എത്തിപ്പെട്ടത് പല ഘട്ടങ്ങളിലും BJP-യുടെയും സംഘപരിവാർ സംഘടനകളുടെയും പ്രത്യക്ഷ സഹായം കൊണ്ട് തന്നെ. സഹായം എന്ന് ഞാൻ പറയില്ല, പക്ഷേ അദ്ദേഹത്തിന് എല്ലാവരുമായിട്ടും നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. കുടുംബത്തിൽ കയറി ചെന്നിട്ട് വോട്ട് ചോദിക്കാൻ കഴിയുന്ന, നല്ല വഴിയെ കണ്ടാൽ എന്താണ് വിശേഷമെന്ന് ഓരോരുത്തരുടെയും വീട്ടിലെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ കഴിയുന്ന ബന്ധങ്ങളുണ്ടായിരുന്നു. വേറൊന്നും ഞാൻ ഈ പറഞ്ഞ പോലെയല്ല, പാലാ നിയോജക മണ്ഡലത്തിലെ മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തന്നെ BJP-യുമായിട്ട് ചെറിയ നീക്കുപോക്കുകൾ ഉണ്ടാക്കിയിരുന്നു. കേരളത്തിൽ ആദ്യമായിട്ടൊരു ജില്ലാ പഞ്ചായത്തിൽ BJP-യുമായിട്ട് സഹകരിച്ച് ആളെ നിർത്താൻ തയ്യാറായത് മാണി സാറാണ്. കോട്ടയത്തെ ഒരു വാർഡിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിക്കുകയും ചെയ്തു അന്ന്. അപ്പോൾ ആ തരത്തിൽ ഒരു സൗഹൃദം മാണി സാറ് എന്നും സൂക്ഷിച്ചിട്ടുണ്ട് BJP-യുമായിട്ട്. ഒരു എന്താ പറയുക, ആക്ഷേപിക്കരുത് BJP RSS-നെ എന്നുള്ള, RSS-നെ ഫാസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് നടക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ അങ്ങനെയൊന്നും മിണ്ടാത്ത നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു നേതാവായിരുന്നു മാണി സാറ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. വേറൊന്നുകൂടി ഈ കേന്ദ്രത്തിൽ ധനകാര്യമന്ത്രിമാരുടെ ഒരു സമിതിയുണ്ട്. അതിൻ്റെ ചെയർമാനായിട്ട് അരുൺ ജെയ്റ്റ്ലി കണ്ടെത്തിയത് മാണി സാറിനെയാണ്. ഓർമ്മയുണ്ടോ? അനവധി കാലം അദ്ദേഹം ഈ GST-ക്ക് രൂപം കൊടുക്കുന്ന സമയത്ത്, കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക പരിഷ്കരണ നടപടി നടന്നത് ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് കാലത്ത് GST-യുമായിട്ട് ബന്ധപ്പെട്ട ആ കാലത്തൊക്കെ ഈ ധനകാര്യമന്ത്രിമാരുടെ സമിതിയുടെ അധ്യക്ഷൻ മാണി സാറായിരുന്നു. മാണി സാർ ആ ചുമതല ഒഴിയുന്നത് വരെ അതിന് അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. ഉദാഹരണത്തിന് ധനമന്ത്രിമാരുടെ സീനിയോറിറ്റി നോക്കിയാൽ
മാണി സാറിന് വലിയ വേറെ ആരുമില്ല. അല്ല, ഞാൻ പറഞ്ഞ മാണി സാർ സ്വാഭാവികമാണ് ആ പദവി. പ്രാദേശിക പാർട്ടിയുടെ നേതാവ്, കോൺഗ്രസിന്റെ നേതാവായി, കോൺഗ്രസ് വിഭാഗത്തിൽ നിന്നുള്ള നേതാവായിട്ടും അരുൺ ജെയ്റ്റ്ലിക്കൊക്കെ അത്രമാത്രം വിശ്വാസമായിരുന്നു, നരേന്ദ്രമോദിക്കും ശ്രീ വിശ്വാസം. ജേക്കബ് ജോർജ്, പത്രക്കാരുമായി അടുത്ത ബന്ധമായിരുന്നു, മാധ്യമങ്ങളുമായി അടുത്ത ബന്ധമായിരുന്നു കെ എം മാണിക്ക്. എത്രയോ വാർത്തകൾ എനിക്ക് തോന്നുന്നു ശ്രീ ജേക്കബ് ജോർജ് താങ്കൾ തന്നെ കെ എം മാണിക്കെതിരെ എഴുതിയിട്ടുണ്ടാവും. പക്ഷേ തൊട്ടടുത്ത ദിവസം കെ എം മാണിയെ കാണുമ്പോൾ അതെല്ലാം നിഷ്പ്രഭമാകുന്ന ആ പുഞ്ചിരി കെ എം മാണിയിൽ നിന്ന് താങ്കളെ പോലുള്ള ഒരുപക്ഷെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും കാണാനാവുന്നു എന്നുള്ളതാണ്. ആ സ്നേഹം നേരത്തെ ശ്രീ KVS ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സ്നേഹം അത് എത്ര കണ്ട് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ശ്രീ ജേക്കബ് ജോർജ് താങ്കൾക്ക്? അത് വളരെ ഓർക്കുമ്പോഴേ അത് ഭയങ്കര രസമുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അതായത് 1984 അദ്ദേഹം ഒരു വളരെ പ്രസിദ്ധമായ മിച്ച ബജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പം മാണി ബജറ്റിന്റെ രസതന്ത്രം ശരിക്കും പഠിച്ചിട്ട് ഇങ്ങനെ ഞാണിൽമേൽ കളിയും ഞാണില്ലാത്ത കളിയും ഒക്കെ കളിക്കാൻ തുടങ്ങിയ സമയമാണ്. അപ്പോഴാണ് അദ്ദേഹം ഇതാ കെ കരുണാകരൻ ഗവൺമെന്റിൽ ഒരു സുപ്രഭാതത്തിൽ രാവിലെ ബജറ്റ്, കമ്മി ബജറ്റ്, ഒരു ഭയങ്കര നാടകമാണ് ബജറ്റ്. ഇതാ കേരള സംസ്ഥാനത്ത് കമ്മി ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു, മിച്ച ബജറ്റ് അവതരിപ്പിക്കുന്നു. മിച്ച ബജറ്റ്, പണം മിച്ചം, ഇവിടെ പണം മിച്ചമായിരിക്കുന്നു, ബജറ്റ് ഇതാ മിച്ചം വരുത്തിയിരിക്കുന്നു. അപ്പൊ സാധാരണ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് മിച്ച ബജറ്റ് അവതരിപ്പിക്കാൻ ആവില്ല. ഞാനിന്ന് ഒരു സാധാരണ മാതൃഭൂമിയിലെ ഒരു സാധാരണ ജൂനിയർ റിപ്പോർട്ടറാണ്. അപ്പൊ വൈകുന്നേരം പതിവ് പോലെ എന്റെ ബന്ധങ്ങളൊക്കെ പുതുക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഉദ്യോഗസ്ഥരെയൊക്കെ കാണാൻ പോകും. അന്ന് ചീഫ് സെക്രട്ടറി ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. ബി രാമചന്ദ്രൻ സാറാണ്. അദ്ദേഹത്തെ ഒന്ന് കാണാൻ എനിക്ക് എപ്പോഴും കയറി കാണാൻ സൗകര്യമുണ്ട്. അദ്ദേഹത്തെ കയറി കണ്ടു. അപ്പൊ അദ്ദേഹം അദ്ദേഹം പറയാൻ തുടങ്ങി, കെ മാണിയുടെ മിച്ച ബജറ്റ്, ഇറ്റ്സ് എ ഫ്രോഡ് ഓൺ ദ ബജറ്റ്. ചീഫ് സെക്രട്ടറി എന്നോട് പറയുകയാണ് പേഴ്സണലായിട്ട്. ഇത് അദ്ദേഹം ആ പഴയ കാലമായത് 84 കാലമായതുകൊണ്ടാണ് ഞാനിപ്പോൾ തുറന്നു പറയുന്നത്. അപ്പൊ എന്നിട്ട് വി ഹാവ് അഡ്വൈസ്ഡ് ഹിം നോട്ട് ടു ഡു ദാറ്റ്. ഇത് ചെയ്യരുത് എന്ന് ഞങ്ങൾ പറഞ്ഞു, പിന്നെയും പറഞ്ഞു. പക്ഷെ അദ്ദേഹം അത് ചെയ്തു. അപ്പൊ ഞാൻ പെട്ടെന്നോടി മാതൃഭൂമിയിലെ, അന്ന് MD നാലപ്പടാണ് മാതൃഭൂമി പത്രാധിപർ. ഞങ്ങളെ ചെറുപ്പക്കാരെയൊക്കെ അഴിച്ചു വിട്ടിരിക്കുന്ന സമയമാണ് മാതൃഭൂമി. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു ഭയങ്കര സ്റ്റോറി ഉണ്ട് എനിക്ക്, ജയിക്കും എഴുത്, നമുക്ക് കൊടുക്കാം. ഉടനെ ഞാൻ എഴുതി, ഗംഭീരമാക്കി. മാതൃഭൂമി പിറ്റേന്ന് മെയിൻ സ്റ്റോറിയാണ്, അടിച്ച് തകർത്ത് കളഞ്ഞു. നികേഷ്, പിന്നീട് നമ്മൾ കെ എം മാണിയെ കാണുന്നത് അതിനെതിരെ നമ്മൾ പറയുന്ന മിച്ച ബജറ്റ് ശരിയല്ല എന്ന് പറയുന്ന വാദത്തിനെതിരെ ഇങ്ങനെ ഭയങ്കര സംഹാരമൂർത്തിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കെ എം മാണിയാണ്. ബ്യൂറോക്രസി പറയുന്നതൊക്കെ അദ്ദേഹം തള്ളി ദൂരെ കളയുന്നു. രാഷ്ട്രീയക്കാരൻ പറയുന്നതാണ് ശരി. മാൻഡേറ്റ് എന്ന് പറയുന്നത് ജനങ്ങളുടെ മാൻഡേറ്റ് രാഷ്ട്രീയക്കാരനാണ്, ബ്യൂറോക്രാറ്റ്സിനല്ല. ഞാൻ പറയുന്നതാണ് ശരി, വേറെ ആരും പറയുന്നതല്ല ശരി എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അങ്ങനെ മുന്നേറുകയാണ്. വാദത്തിന് പുറകെ വാദങ്ങളുമൊക്കെ ആയിട്ട് ഒരു ഡിബേറ്റാണ്, ഒരു ബിഗ് ഡിബേറ്റാണ്, ഗ്രേറ്റ് ഡിബേറ്റാണ് കെ എം മാണി. അപ്പം ഞാൻ ഒരു ദിവസം കൊണ്ട് ഞാനിതാ വലിയ നേട്ടം നേടി. കെ എം മാണിക്കെതിരെയല്ലേ നമ്മുടെ സ്റ്റോറി, എൻ്റെ ആദ്യത്തെ മെയിൻ സ്റ്റോറിയാണ് മാതൃഭൂമിയിലെ. നമ്മളിങ്ങനെ അഹങ്കരിച്ചെങ്കിലും കെ എം മാണി അത് നിഷ്പ്രയാസം തവിടുപൊടിയാക്കി കളഞ്ഞു. അതേസമയം തന്നെ കെ എം മാണി ഇപ്പം മാതൃഭൂമി കോട്ടയത്തേക്ക് മാറി 87. അപ്പോൾ കെ എം മാണി കോട്ടയം പ്രസ് ക്ലബ്ബിൽ പത്രസമ്മേളനം നടത്തുമ്പോൾ എന്നെ നേരിട്ട് വിളിക്കും. ജേക്കബ് ജോർജ്, പ്രത്യേകം നിങ്ങൾ തന്നെ വരണം, വേറെ ആരെയും അയക്കല്ലേ, നിങ്ങൾ തന്നെ വരണം. അപ്പം കെ എം മാണിക്ക് തിരുവനന്തപുരത്തുള്ള ആ ബന്ധം, നമ്മളുമായിട്ടുള്ള ബന്ധം അത് നിലനിർത്തും. അവസാനം വരെയും കെ എം മാണിക്ക് എന്നോട് ഭയങ്കര വാത്സല്യമായിരുന്നു. ഞാൻ അദ്ദേഹത്തിനെതിരെയൊക്കെ എഴുതും, കേരള കോൺഗ്രസിനെതിരെ എഴുതും. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്നൊക്കെയാണ് പി രാജൻ, ഞങ്ങളുടെ മാതൃഭൂമിയിലെ ഗുരു, നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മളതൊക്കെ വിളിച്ചു പറയും. പക്ഷെ എന്നാലും കെ എം മാണിക്ക് ആ ബന്ധങ്ങൾ നിലനിർത്താൻ, ആ ബന്ധങ്ങൾ നല്ല ബന്ധങ്ങളായിട്ട് തന്നെ നിലനിർത്താൻ അദ്ദേഹം എപ്പോഴും ശ്രമിച്ചിരുന്നു. എന്നെ പോലെയുള്ള വളരെ ജൂനിയറായിട്ടുള്ള ഒരു ജേർണലിസ്റ്റിന്റെ അടുത്ത് പോലും. പിന്നീട് ഇന്ത്യ ടുഡേയിൽ താങ്കൾ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ശോഭന ജോർജ് ഒരിക്കലൊരു വെളിപ്പെടുത്തിയത് നിങ്ങളൊരു ബോക്സ് സ്റ്റോറി ആയിരുന്നു, എന്നെ കേരള രാഷ്ട്രീയത്തിലെ ഒരാൾ കയ്യിൽ കയറി പിടിച്ചു എന്നുള്ളത്. ആ ഘട്ടത്തിൽ കെ എം മാണി താങ്കളോട് ചില ഉപദേശങ്ങൾ തന്നിരുന്നു. അത് പലർക്കും അത് പ്രയാസം ഉണ്ടാക്കി നികേഷ്. അതൊക്കെ ഒരു പരസ്യമായിട്ട് പറയാൻ പറ്റുന്ന കാര്യം അല്ല.
കെ മണി ഒരു ദിവസം വെളുപ്പിനെ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വേറെ ആരോ വിളിക്കുന്നതായിരിക്കും. ഞാനിന്ന് നാട്ടിലെ കോഴഞ്ചേരിയിലെ എൻ്റെ വീട്ടിലായിരുന്നു. വെളുപ്പിനെ എൻ്റെ ലാൻഡ് ഫോണിലേക്കാണ് കോൾ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കൂട്ടുകാരോ കളിപ്പിക്കാൻ വിളിച്ചതാണെന്നാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കെ മണി സാർ തന്നെയാണെന്ന് മനസ്സിലായി. പക്ഷെ ഞാനത് പരിഹരിച്ചു. അദ്ദേഹത്തിന് ഞാൻ എഴുതിയ റിപ്പോർട്ടിനെ കുറിച്ച് ചില സംശയങ്ങളുണ്ടായിരുന്നു, തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. അത് വേറെ ഒരു പത്രത്തിൽ വന്ന വാർത്ത സംബന്ധിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു ആ വാർത്തയിൽ യാതൊരു കഴമ്പുമില്ല. ഞാൻ ഉദ്ദേശിച്ചത് മണിസാറിനെ അല്ല, മണിസാറിനകത്ത് യാതൊരു പങ്കുമില്ല എന്നുള്ളത് ഞാനും തിരുവനന്തപുരത്ത് അന്നേരം ആ സമയത്ത് പത്രപ്രവർത്തക യൂണിയന്റെ ജില്ലാ പ്രസിഡന്റായിരുന്ന കുഞ്ഞിക്കണ്ണനും കൂടെ ഒന്നിച്ചാണ് കെ മണിസാറിന്റെ വീട്ടിൽ പോയത്. വീട്ടിൽ പോയി കണ്ടു. ഞാൻ തിരിച്ചെത്തിയ ശേഷം വീട്ടിൽ പോയി കണ്ടു. ഞാൻ എഴുതിയ റിപ്പോർട്ടിന്റെ സത്യാവസ്ഥ, അതിന്റെ പിന്നാമ്പുറം കഥകൾ എല്ലാം ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ കുട്ടിയമ്മയും വിളിച്ചിരുത്തി, മകൻ ജോസ് കെ മാണിയും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൊണ്ടിരുന്നു. പക്ഷെ എന്താണെന്ന് എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ മാണി സാറിനെ യാതൊരു തരത്തിലും ഒരു പങ്കില്ലാത്ത വിഷയമായിരുന്നു അത് എന്ന് ഉറപ്പിച്ചു പറയാൻ ഞാൻ ഈ സമയം ഒരുപക്ഷേ ശ്രീ ജേക്കബ് ജോർജ്, കേരള രാഷ്ട്രീയത്തിൽ ഈ ഭാര്യ സ്നേഹം ഇത്രയധികമുള്ള മറ്റൊരു നേതാവ് അപൂർവമായിരിക്കും. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എങ്ങനെ കേട്ടില്ല നികേഷ്? ഭാര്യ സ്നേഹം, കുട്ടിയമ്മ സ്നേഹം ഇത്രയധികമുള്ള മറ്റൊരു നേതാവ് അപൂർവമായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ എന്ന് പറയുകയായിരുന്നു. മാണി സാറിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു എന്ന് ഇപ്പോൾ ശരിയാ. അദ്ദേഹത്തിനെ കാണുമ്പോൾ എപ്പോഴും അതെ കുട്ടിയമ്മ എപ്പോഴും കാണും കൂടെ. കുട്ടിയമ്മയെ ഇങ്ങനെ വിളിച്ച് അടുത്തിരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് യാത്രകളില് പി ജെ ജോസഫ് അങ്ങനെ തന്നെയാണ്. എനിക്കൊന്ന് കേരള കോൺഗ്രസ്സുകാരുടെ ഒരു സ്വഭാവമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പി ജെ ജോസഫ് അങ്ങനെയാണ്. ഭാര്യ ഡോക്ടർ എപ്പോഴും കൂടെ കാണും. അങ്ങനെ കെ മണിയും ആ ഒരു സ്വഭാവക്കാരാണ്. ഭാര്യ, മക്കളുമായിട്ടുള്ള ബന്ധം. എറണാകുളത്താണെങ്കിലും പെൺമക്കളുടെ ഒക്കെ വീട്ടിലാണ് അദ്ദേഹം താമസിക്കാറ്. സാധാരണ ഒരു രാഷ്ട്രീയക്കാരനെ അപേക്ഷിച്ച് കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുന്നതിലും ആ ബന്ധങ്ങളുടെ ദൃഢത ഉറപ്പുവരുത്തുന്നതിലും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കുടുംബത്തോട് വലിയ താല്പര്യം അദ്ദേഹം എപ്പോഴും കുടുംബം കൂടെ ഉണ്ടായിരിക്കണം എന്നൊരു നിഷ്കർഷ. ഞാൻ മടങ്ങിയെത്താം. ശ്രീ ജേക്കബ് ജോർജ്, പി സി തോമസ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പി സി തോമസ്, കേരള കോൺഗ്രസിനെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ NDAയിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായിരുന്നില്ലേ? അദ്ദേഹത്തിന്റെ നിര്യാണത്തിന് ശേഷം കുറേയൊക്കെ വെളിപ്പെടുത്താൻ കഴിയില്ലേ താങ്കൾക്ക്? ഞാൻ അങ്ങനെയുള്ള കാര്യം അദ്ദേഹവുമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടില്ലെങ്കിലും വേറെ ചിലരുമായിട്ട് ഇടയ്ക്ക് സംസാരിച്ചപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് മനസ്സാറുമായിട്ട് ആ കാര്യം നേരിട്ട് സംസാരിച്ചില്ല. അതിനു മുമ്പ് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരാവുന്ന ബുദ്ധിമുട്ടുകൾ അറിഞ്ഞതുകൊണ്ട് അത് അദ്ദേഹവുമായിട്ട് സംസാരിച്ച് അതിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നീക്കാനായിട്ട് ഞാൻ അന്നേരം ശ്രമിച്ചില്ല. ജോസ് കെ മാണിയും താങ്കളും അമിത്ഷായെ ചെന്ന് കണ്ടിരുന്നില്ലേ? ഇല്ല, ഞങ്ങളൊന്നും ശരിക്കും കണ്ടിട്ടില്ല. ഞാനും ജോസ് കെ മാണിയുമായിട്ട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അതല്ലാതെ അമിത്ഷായും ആയിട്ട് ഞാനും ജോസ് കെ മാണിയും ഒരുമിച്ച് കണ്ട സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു ഇക്വേഷൻ വർക്ക് ചെയ്യുമെന്ന് ശ്രീ കെ മാണിക്ക് ബോധ്യമുണ്ടായിരുന്നോ? അങ്ങനെ ഉള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരുന്നില്ല. കാരണം ഞാൻ ഇടയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ തന്നെ അതിനുള്ള സാഹചര്യമില്ല എന്ന് വന്നതുകൊണ്ട് ഞാൻ ആ രീതിയിൽ മാണിസാറുമായിട്ട് സംസാരിച്ചില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് മാണിസാറിന്റെ ആ കാര്യത്തിലുള്ള മറ്റ് കൂടുതൽ എന്തെങ്കിലും തീരുമാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ കാര്യത്തിൽ ആലോചന നടന്നതെന്നോ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. കെ മാണിയുടെ നിര്യാണത്തിന് ശേഷം സ്വാഭാവികമായും എല്ലാവർക്കും നല്ല വാക്കുകൾ മാത്രമേ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ശ്രീ പി സി തോമസ്, താങ്കളെ സംബന്ധിച്ചിടത്തോളം മകന് വേണ്ടി താങ്കളെ ബലിയാടാക്കിയ നേതാവ് എന്നുള്ള നിലയിലല്ലേ ഇപ്പോഴും അദ്ദേഹത്തെ കാണാനാകൂ? അങ്ങനെ ഈ കഴിഞ്ഞ ഏതാനും മുമ്പ് ഞങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ ഒരു വർഷത്തിൽ താഴെ ഓഗസ്റ്റ് 1 മുമ്പ് ഒരു ജൂലൈ
പത്തോടുകൂടി ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഏതെങ്കിലും തരത്തില് അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം. അത് പറഞ്ഞത് ഒരു ജൂലൈ 10 അന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ കുട്ടിയമ്മ ചേച്ചി ഉണ്ട് കൂടെ. അപ്പോ അവരുടെ മാണിസാർ പറഞ്ഞു, രാഷ്ട്രീയത്തിൽ അങ്ങനെ പലതും ഒന്നും ആ രീതിയിൽ കാണേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അതിനെ ഞാൻ ആ രീതിയിൽ സംസാരിക്കുന്നതേ നിരുത്സാഹപ്പെടുത്തിയതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിലും വേറൊരു കാര്യം, മാണിസാറ് എല്ലാ കാര്യത്തിലും വളരെ എന്നോട് താല്പര്യം കാണിച്ചിട്ടുള്ള ആളാണ്. എപ്പോഴും എൻ്റെ കാര്യങ്ങളിൽ എന്നോട് പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ആ ആദരവ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ഇടക്കാലം കൊണ്ട് ചില സാഹചര്യങ്ങളിൽ ഞങ്ങൾ തമ്മിൽ അകൽച്ച വന്നപ്പോൾ ഞാൻ ഒരു പരിധിവരെ അദ്ദേഹത്തെ പേഴ്സണലായിട്ട് കഴിവതും അറ്റാക്ക് ചെയ്യാതിരിക്കാനായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തോടുള്ള മാനസികമായിട്ടുള്ള എൻ്റെ അടുപ്പം എനിക്ക് നന്നായിട്ട് മനസ്സിന്റെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന ഒരു തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ദയവായി തുടരണം താങ്കൾ. ശ്രീ ആന്റണി രാജു, കെ മാണിയിലെ ഒരുപാട് പ്രത്യേകതകൾ, മറ്റാരിലും കാണാത്ത ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് കാണാനാകും. എപ്പോഴും കുളിക്കുന്നയാൾ, ഇടയ്ക്കിടെ വസ്ത്രം മാറ്റുന്നയാൾ, കല്യാണ വീട്ടിൽ പോയാൽ വരനെയും വധുവിനേക്കാളും കൂടുതൽ ആഹ്ലാദവാനായിരിക്കുന്നയാൾ, മരണ വീട്ടിൽ പോയാൽ ഏറ്റവും ഉടയവരായിട്ടുള്ള ആളുകളെക്കാൾ കൂടുതൽ ദുഃഖിക്കുന്നയാൾ. മാണി സാറ് തന്നെ പറഞ്ഞിട്ടുള്ളത് ഒരു ശോകഗാനം കേട്ടാൽ അദ്ദേഹത്തിന് വിങ്ങലുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ്, നമ്മൾ പല രാഷ്ട്രീയ നേതാക്കന്മാർ മരണാസന്നനായി കിടക്കുമ്പോഴും ഒക്കെ തന്നെയും ആ മരണത്തോട് നമ്മൾ യോജിച്ചു പോവുകയാണ്. കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതയുള്ള ആളെന്നുള്ള നിലയിൽ കെ മാണി മരിക്കാൻ പോകുന്ന ഒരാളായി, അല്ലെങ്കിൽ സമീപകാലത്ത് നമ്മളെ വിട്ടുപോകുന്ന ഒരാളായി കണ്ടിരുന്നില്ല. അദ്ദേഹത്തിന് അസുഖമാണ്, അദ്ദേഹം ഇടയ്ക്കിടെ ആശുപത്രിയിൽ പോകും, ഒരുപക്ഷെ കർട്ടൻ്റെ പിന്നിലേക്ക് പോകുന്ന സമയത്തെക്കുറിച്ചൊന്നും നമുക്ക് ബോധ്യമില്ല, അല്ലെങ്കിൽ പുറം ലോകത്തിന് ബോധ്യമില്ല. കർട്ടൻ്റെ മുന്നിൽ നിൽക്കുന്ന ഉന്മേഷവാനായിട്ടുള്ള കെ മാണിയെ മാത്രമേ നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നുള്ളൂ. പെട്ടെന്നുള്ള വിയോഗം എങ്ങനെയാണ് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ ബാധിക്കാൻ പോകുന്നത്, ശ്രീ ആന്റണി രാജു? മാണി സാറ് കേരള രാഷ്ട്രീയത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ സർവകലാ വല്ലഭനായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. 86 വയസ്സ് എന്ന് പറയുന്നത് ഒരാളുടെ മരണം 86 വയസ്സിലുണ്ടാകുന്നതെന്ന് പറയുന്നത് ഒരു യാദൃച്ഛികമോ അല്ലെങ്കിൽ അതൊരു ഒരു അകാലത്തിലുള്ള മരണമോ എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ മാണി സാറിനെ സംബന്ധിച്ചിടത്തോളം ഈ 86-ാമത്തെ വയസ്സിലും അദ്ദേഹം ഊർജ്ജസ്വലനായി യുവത്വത്തിന്റെ പ്രസരിപ്പോടുകൂടി അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു ശക്തിയായി അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെ നിലനിന്ന ഒരാളാണ് മാണി സാർ. അതുകൊണ്ടാണ് മാണി സാർ 86-ാമത്തെ വയസ്സിൽ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹം ഇപ്പോൾ മരിക്കേണ്ടതല്ലായിരുന്നു, അദ്ദേഹം കുറെ കാലം കൂടി കേരള രാഷ്ട്രീയത്തിൽ വേണമായിരുന്നെന്ന് പലരും ചിന്തിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തോട് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളവർക്ക് ഇടയിൽ പോലും കേരള രാഷ്ട്രീയം പൂർണ്ണമാകണമെങ്കിൽ കെ എം മാണി കൂടെ ഉണ്ടാകണം എന്നുള്ളൊരു ചിന്തയാണ് എല്ലാവർക്കും ഉള്ളത്. കേരള കോൺഗ്രസ് രാഷ്ട്രീയ സംബന്ധിച്ചിടത്തോളം ശ്രീ മാണി സാറിന്റെ അഭാവം ആ പാർട്ടിയിൽ ഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഈ കഴിഞ്ഞ കുറേ നാളുകളായി ആ പാർട്ടിയുടെ നേതൃത്വം മാണി സാറിന്റെ സാന്നിധ്യത്തിൽ പോലും ആ പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത് ജോസ് കെ മാണിയാണ്. അപ്പോൾ ആ പാർട്ടിയിലെ സംസ്ഥാനത്തുടനീളമുള്ള സംസ്ഥാന ജില്ലാ ഭാരവാഹികളെയൊക്കെ തന്നെ ജോസ് കെ മാണിയുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന, അദ്ദേഹവുമായി വ്യക്തിബന്ധമുള്ള, അദ്ദേഹത്തിന് സ്വാധീനമുള്ള, അദ്ദേഹത്തിൻ്റെതായ താല്പര്യങ്ങൾക്ക് വിധേയമായി നിൽക്കുന്ന ആളുകളെ വെച്ചുകൊണ്ടാണ് ഈ പുനഃസംഘടന മുഴുവൻ മാണി സാർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ പുനഃസംഘടന മുഴുവൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ മാണി സാർ ജീവിച്ചിരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ അദ്ദേഹം ജോസ് കെ മാണിയെ കൊണ്ട് കേരള യാത്ര നടത്തിച്ചു. നിർണായകമായ തീരുമാനങ്ങൾ രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ, ഇപ്പോൾ പാർലമെന്റ് സീറ്റിന്റെ കാര്യത്തിലൊക്കെ തന്നെ തീരുമാനം എന്നുള്ള ജോസ് കെ മാണിയുടെ തീരുമാനമാണ്, മാണി സാറിന്റെ തീരുമാനമല്ല. ജോസ് കെ മാണി എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി മാണി സാർ കൈക്കൊണ്ടിരുന്ന തീരുമാനം അല്ലെങ്കിൽ നിലപാട്. അതുകൊണ്ടാണ് പലപ്പോഴും ആ പാർട്ടിയിൽ വളരെ ഗുരുതരമായ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാനൊരു കാരണവും അത് തന്നെയാണ്. അതുകൊണ്ട് മാണി സാറിന്റെ കാലം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ മാണി സാറിന്റെ കസേരയെ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളുമായി പി ജെ ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾ നീങ്ങാനുള്ള സാധ്യത അത് കേരള കോൺഗ്രസ് എമ്മിലെ കാര്യം. പക്ഷേ ശ്രീ ആന്റണി രാജു, കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ തന്നെ ഒരുപക്ഷെ ബാധിക്കാനിടയില്ല. താങ്കൾ നേരത്തെ കെ മാണിയെ സൂപ്പർ സ്റ്റാർ എന്ന് വിലയിരുത്തി.
നോക്കൂ, ആ സൂപ്പർ സ്റ്റാർഡം ഉള്ളത് കൊണ്ടാണ് കേരള കോൺഗ്രസിന് വില കിട്ടുന്നത്. ഇപ്പോൾ സൂപ്പർ സ്റ്റാറുകൾ ഇല്ലാത്ത റീജിയണൽ സിനിമകളെ കുറിച്ച് നോക്കുക. അതിലേക്ക് ഹിന്ദി സിനിമ, ബോളിവുഡ് സിനിമ മൈഗ്രേറ്റ് ചെയ്യുകയും ആ പ്രാദേശിക വിഭാഗത്തെ കീഴടക്കുകയും ചെയ്യും. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ കെ എം മാണി എന്ന സൂപ്പർ സ്റ്റാർ ഉള്ളത് കൊണ്ടല്ലേ ബാക്കി എല്ലാ ഗ്രൂപ്പുകളുടെയും നിലനിൽപ്പിനെ പോലും മറ്റു പാർട്ടികൾ അംഗീകരിക്കുന്നത്. മാണി എന്ന സൂപ്പർ സ്റ്റാറിൻ്റെ വിയോഗത്തോടു കൂടി ഇനിയിപ്പോൾ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന് തന്നെ സാധ്യതയുണ്ടെന്ന് ആന്റണി രാജു കരുതുന്നുണ്ടോ? അല്ല, ഒരിക്കലും ആ നികേഷിന്റെ ആ ഭാഗത്തോടൊട്ട് യോജിക്കാൻ കഴിയില്ല. കാരണം ഇന്നിപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ പ്രസക്തി വളരെ വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരുപക്ഷെ 64 കേരള കോൺഗ്രസ് പാർട്ടി രൂപം കൊള്ളുമ്പോഴോ അതിന് ശേഷമുള്ള കുറെ കാലഘട്ടത്തേക്കോ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ പ്രസക്തി കാര്യമായി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമല്ലായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ പ്രസക്തി എന്നത്തെക്കാളും വർദ്ധിച്ചിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കേരള കോൺഗ്രസുകളുടെ സാന്നിധ്യമില്ലാതെ മുന്നണി രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും മുന്നണിക്ക് അത്ര അനായാസം ജയിച്ചു കയറാനോ അല്ലെങ്കിൽ രാഷ്ട്രീയമായി മുന്നോട്ട് പോകാനോ കഴിയാത്തൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മാണി സാറിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റ് കേരള കോൺഗ്രസ് പാർട്ടികൾക്ക് പ്രസക്തി ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ ശരിയില്ല. എന്ന് മാത്രമല്ല, ഒരു കാലഘട്ടത്തിൽ മാണി സാറിന്റെ ഗ്രൂപ്പിനേക്കാൾ കൂടുതൽ MLA-മാരും MP-മാരും അന്ന് ഞങ്ങളെല്ലാം ഉൾപ്പെട്ടിരുന്ന കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്നത്തെക്കാളും വർദ്ധിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണെന്ന് ദേശീയ രാഷ്ട്രീയത്തിലും ഈ കേരള രാഷ്ട്രീയത്തിലും. അതാണ് ആന്റണി രാജുവിന്റെ അക്കാര്യത്തിലുള്ള അഭിപ്രായം. ദയവായി തുടരുക ശ്രീ ആന്റണി രാജു. ഞാൻ മടങ്ങിയെത്താം വളരെ വേഗത്തിൽ. MA ബേബി CPIM പോളിറ്റ് ബ്യൂറോ അംഗം ടെലിഫോൺ ലൈനിലൂടെ. ശ്രീ MA ബേബി, ഒരു വെളിപ്പെടുത്തൽ നടത്താൻ ആവശ്യപ്പെടുകയാണ് എങ്കിൽ 2015 കെ മാണിയെ മുഖ്യമന്ത്രിയാക്കാം എന്ന് മാർക്സിസ്റ്റ് പാർട്ടി അദ്ദേഹത്തിന് വാഗ്ദാനം നൽകിയിരുന്നോ? അതാണോ പിന്നീട് കോൺഗ്രസുകാരുടെ പാരവെപ്പായി ബാർഗോഴ ആരോപണത്തിൽ കലാശിച്ചത്? എനിക്ക് തോന്നുന്നത് കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു സാന്നിധ്യമായിരുന്ന ശ്രീ കെ എം മാണി നമ്മളെ വിട്ടുപിരിഞ്ഞ ഈ സന്ദർഭത്തിൽ സ്വാഭാവികമായി ഉയർന്നു വരാമെന്നും വേണമെങ്കിൽ ചർച്ചയാവുന്ന ഒരു വിഷയമാണ് എന്റെ സുഹൃത്ത് നികേഷ് ഉന്നയിച്ചത്. പക്ഷേ എനിക്ക് ഈ വിഷയത്തിൽ ഇപ്പോ എന്തെങ്കിലും പുതിയൊരു വെളിച്ചം വീശാൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത്. കേരള രാഷ്ട്രീയത്തിൽ ശ്രീ കെ എം മാണി പല കൂട്ടുകെട്ടുകളിൽ പങ്കാളിയായിട്ടുള്ള ആളാണ്. 80-ൽ VK നായനാരുടെ മന്ത്രിസഭയിൽ പ്രമുഖനായ മന്ത്രിയായിരുന്ന ആളാണ്. വ്യത്യസ്ത ചർച്ചകൾ നമ്മുടെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളൊക്കെ തമ്മിൽ അതിനപ്പുറം ഇങ്ങനെ ഉള്ള ഗവൺമെന്റിന്റെ സാന്നിധ്യം ഏറ്റെടുക്കണം എന്നതിനുള്ള ഒരു ഉദ്ദേശം എന്റെ അറിവിൽപ്പെട്ടിടത്തോളം അദ്ദേഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടതായിട്ട് തോന്നുന്നില്ല. രണ്ടാമത്തെ വിഷയം, കെ മാണിയെ സംബന്ധിച്ചിടത്തോളം UDF അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തി എന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കേരള കോൺഗ്രസ് അക്കാര്യത്തിൽ കൃത്യമായ വിലയിരുത്തൽ നടത്തുകയും എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് UDF വിടേണ്ടതില്ല എന്ന തീരുമാനമെടുക്കുകയും ചെയ്തു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന MLA-മാരും മാണി സാറും എല്ലാം ചേർന്ന് UDF-ൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനമെടുത്തു. അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുമായി അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഖ്യം ചേരണമെന്ന മോഹം മാണി സാറിനുണ്ടായിരുന്നില്ലേ? അത് ഔദ്യോഗികമായി CPM-ഉം മാണി സാറും തമ്മിൽ ചർച്ച ചെയ്തിരുന്നില്ലേ? യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് ഒരു മുന്നണിയുടെയും ഭാഗമാകാതെ സ്വതന്ത്രമായി നിന്ന ചരിത്രവും മുമ്പ് തന്നെ കേരളത്തിലുണ്ട്. എന്നാൽ മാണി സാർ നയിച്ച കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിമർശന വിധേയമാവുന്ന പല നിലപാടുകളും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ തന്നെ പല ചെയ്തികളെ സംബന്ധിച്ചും രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം തനിക്ക് പല ഓപ്ഷനുകളും നോക്കാനുണ്ട് എന്നൊരു സന്ദേശം UDF-ന് നൽകാൻ വേണ്ടിയിട്ടാണ്. അപ്പോ കേന്ദ്രത്തിൽ BJP-യുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ ഭാഗമാകാൻ അദ്ദേഹത്തിന് ക്ഷണമുണ്ടാകുമോ തുടങ്ങിയ ആശയങ്ങൾ പോലും ഒരു സന്ദർഭത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ശ്രീ നികേഷിനും അറിയാം. അപ്പൊ അദ്ദേഹം അന്ന് CPM-മായി എന്തെങ്കിലും ബന്ധം പുലർത്താൻ പറ്റുമെന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണോ പ്രത്യേക ബ്ലോക്കായിട്ട് നിയമസഭയിൽ ഇരുന്നത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അദ്ദേഹത്തിന് തന്നെ പ്രസിദ്ധമായ നിരീക്ഷണമുണ്ട്.
കേരള കോൺഗ്രസ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സ്വതന്ത്രമായ നിലപാടെടുത്തിരുന്നു. അതിനിടയ്ക്ക് ജോസഫ് വിഭാഗവുമായിട്ട് ലയിച്ചേരുകയുണ്ടായി. അപ്പൊ പിളരുന്നതിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, മറ്റു ഗ്രൂപ്പുകളുമായിട്ട് ലയിക്കുന്നതിന് നേതൃത്വം കൊടുക്കാനും അദ്ദേഹത്തിന് കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു. എന്നാൽ മുന്നണി മാറ്റത്തിൽ അദ്ദേഹം പല സാധ്യതകളും തുറന്നു വെച്ചുകൊണ്ടുള്ള ഒരു നിലപാട് എടുത്തു എന്ന് മാത്രമേ UDF വിട്ട പ്രത്യേക ബ്ലോക്കായിരുന്നതിനെ വിലയിരുത്താൻ കഴിയുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇടതുപക്ഷ സ്വാധീനമുള്ള കേരളത്തിൽ കേരള കോൺഗ്രസ് എന്ന പാർട്ടിക്ക് പ്രത്യയശാസ്ത്ര പിൻബലം വേണം എന്ന് തിരിച്ചറിയുകയും EMSന്റെ കാലഘട്ടത്തിൽ തന്നെ EMSന് മറുപടി പറയാൻ ശ്രമിച്ച നേതാവ് എന്നുള്ള നിലയിൽ മാത്രമല്ല പ്രത്യയശാസ്ത്രപരമായ ഒരു ബിൽഡപ്പ് തൻ്റെ പാർട്ടിക്കും ഉണ്ട് എന്ന് വരുത്താൻ കഴിഞ്ഞ നേതാവ് എന്നുള്ള നിലയിൽ കേരള കോൺഗ്രസിൻ്റെ ആയുസ് ഇത്രയും നീളാനുള്ള കാരണം കെ മാണിയാണോ? അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ അധ്വാനവർഗ സിദ്ധാന്തത്തെ ആയിരിക്കും നികേഷ് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു. അദ്ദേഹം EMSനെ പോലെയുള്ള വളരെ ഉന്നതരായ താത്വിക രാഷ്ട്രീയ നേതാക്കന്മാരുള്ള കാലഘട്ടത്തിൽ ഒരു പ്രദേശത്ത് പ്രത്യേകിച്ച് ഒരു സമുദായത്തിലെ മുഖ്യമായ സ്വാധീനത്തെ ആസ്പദമാക്കി ആ സമുദായത്തിലെ ബിഷപ്പുമാരും മറ്റും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് സഹായം നൽകിയിട്ടുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വന്തമായൊരു രാഷ്ട്രീയ വഴി വെട്ടി തുറക്കാനും വിലപേശാനും തന്റെ സാന്നിധ്യം, തന്റെ നേതൃത്വം കേരളീയ സമൂഹത്തെ കൊണ്ട് ഒരു പരിധിവരെ അംഗീകരിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനകത്ത് സംശയമില്ല. വയനാട് ഗവൺമെന്റിൽ ഈ പ്രവർത്തിച്ച സമയത്ത് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകളുണ്ട്. പിന്നെ UDF ഗവൺമെന്റ് തന്നെ ഭാഗമായി പ്രവർത്തിച്ചപ്പോൾ കാരുണ്യ ലോട്ടറി, ഈ രോഗബാധിതർക്കെല്ലാം ഗവൺമെന്റ് സഹായം നൽകുന്നതിന് പ്രയോജനപ്പെടുന്ന വിധത്തിൽ കേരള ലോട്ടറിയെ പുനഃസംവിധാനം ചെയ്തതിൽ അദ്ദേഹത്തിന്റെ സംഭാവനയുടെ മൂല്യം അംഗീകരിക്കാതെ വയ്യ. അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് വിയോജിപ്പുകൾ ഒരുപാട് കാര്യങ്ങൾ രൂക്ഷമായിട്ടുണ്ടായിരിക്കുമ്പോൾ തന്നെ ഈ കാര്യത്തിൽ താങ്കളുടെ നേതൃത്വം അഭിനന്ദനാർഹമാണ് എന്ന് ഞാൻ തന്നെ വ്യക്തിപരമായി സംസാരിച്ചത് ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് സ്വന്തമായ സ്ഥാനമുണ്ട് എന്നുള്ളതിനകത്ത് സംശയമില്ല. ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ ശ്രീ MA ബേബി പറയാൻ വിസമ്മതിക്കുകയോ മടിക്കുകയോ ചെയ്യുന്ന കാര്യം 2015 ആകുമ്പോഴേക്കും PC ജോർജ് MLA-മാരെ എണ്ണി തുടങ്ങിയിരുന്നു. മന്ത്രിമാരാരൊക്കെയാണെന്ന് സംബന്ധിച്ച് ലിസ്റ്റ് നമ്മൾ രഹസ്യമായി വിളിച്ചാൽ PC ജോർജ് നൽകുമായിരുന്നു. അത് യാഥാർത്ഥ്യമായിരുന്നില്ലേ? മാണി സാറിൻ്റെ അറിവോടുകൂടി ആയിരുന്നില്ലേ? അത് ഈ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് നികേഷ്. അന്ന് ശരിക്കും ആ സമയത്താണ് ഉമ്മൻചാണ്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ നീക്കത്തിന് KM മാണിയും എനിക്കൊന്നു നമ്മുടെ ആന്റണി രാജുവൊക്കെ അതിനകത്ത് പങ്കുണ്ടായിരുന്നു. അന്ന് ആന്റണി രാജുവൊക്കെ സജീവമായിട്ട് KM മാണിയുടെ പാളയത്തിൽ ഒരു പ്രധാന സേനാനായകൻ തന്നെയായിരുന്നു. ആ സമയത്ത് ടെലിവിഷൻ യുദ്ധങ്ങളിലൊക്കെ ഒരു പ്രധാന പങ്കാളിയായിരുന്നു ആന്റണി രാജു. ആ സമയത്താണ് ഈ ഒരു നീക്കം നടന്നത്. ആന്റണി രാജു ടെലിവിഷൻ ചർച്ചകളിൽ മാണി സാർ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് എന്ന നിലപാട് പറഞ്ഞു. അതെ 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 അത് തന്നെ പറഞ്ഞതാണ്. അത് ആന്റണി രാജു പത്രസമ്മേളനം വിളിച്ചാണ് അത് പറഞ്ഞത്. എന്തുകൊണ്ടും യോഗ്യൻ KM മാണിയാണ്. പക്ഷേ കേരള കോൺഗ്രസിന്റെ നേതാവ് എത്ര വലിയ നേതാവാണെങ്കിലും കോൺഗ്രസ് ഇവിടെ ഒരു വലിയ കക്ഷിയായിട്ട് നിൽക്കുമ്പോൾ, കോൺഗ്രസ് UDF മുന്നണിയുടെ നേതൃ പാർട്ടിയായിട്ട് നിൽക്കുമ്പോൾ ഒരു കാരണവശാലും മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ കഴിയില്ല. അത് രാഷ്ട്രീയം. പക്ഷേ ആ രാഷ്ട്രീയത്തെ വെല്ലുവിളിക്കാനാണ് KM മാണിയും ആന്റണി രാജു അന്ന് ശ്രമിച്ചത് എന്ന കാര്യം പ്രസ്താവ്യമാണ്. എങ്ങനെയാണ് അങ്ങനെ ആന്റണി രാജുവിന് കഴിഞ്ഞത്? കോൺഗ്രസ് മുന്നണിയിലെ വലിയ കക്ഷിയായിരിക്കുമ്പോൾ മാണി സാറ് 50 വർഷം തികഞ്ഞു എന്നതൊക്കെ ശരി, അദ്ദേഹം അധികായനാണ് എന്നുള്ളതൊക്കെ ശരി. പക്ഷേ കേരള നിയമസഭയിലെ UDF-ലെ മൂന്നാമത്തെ കക്ഷിയല്ലേ ശ്രീ ആന്റണി രാജു, കേരള കോൺഗ്രസ് M എന്ന പാർട്ടി. നിങ്ങൾക്ക് ആരാണ് ധൈര്യം തന്നത്? തുറന്നു പറയും, ഇനി എന്താ ബാക്കിയുള്ളത്? നികേഷ്, അന്ന് 2014 കേരള കോൺഗ്രസ് പാർട്ടിയുടെ 50ാമത് വാർഷികം ജൂബിലി ആഘോഷിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇവിടെ ഒരു മന്ത്രിസഭയുടെ പ്രതിച്ഛായ നന്നാക്കുക എന്ന ലക്ഷ്യത്തോടെ ഉമ്മൻചാണ്ടി ഒരു മന്ത്രിസഭ പുനഃസംഘടനയ്ക്ക് വേണ്ടി മുതിർന്നത്. ആ ഘട്ടത്തിലാണ് ഒരു മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മുന്നണിയിലെ മൂന്നാമത്തെ കക്ഷി എന്നുള്ള നിലയ്ക്ക് അതിനു മുമ്പ് മുസ്ലിം ലീഗിന്റെ നേതാവായ ശ്രീ CH മുഹമ്മദ് ഒരു കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നിട്ടുണ്ട്. അപ്പോൾ മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി 2 MLA-മാരുടെ മാത്രം ഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയ്ക്ക്
അങ്ങനെ കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ വലിയ നമ്പറോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോട് ഒറ്റയ്ക്ക് ഭരിക്കുന്ന ഒരു സാഹചര്യമല്ല. മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളും കൂടി ചേർന്നാൽ മാത്രമേ ആ ഭരണം നിലനിർത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതുകൊണ്ടും ആ ഗവൺമെന്റിലെ ഏറ്റവും സീനിയറായ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക്, പരിതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക്, അന്നത്തെ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടിയേക്കാൾ സീനിയർ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഒരു മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുന്നെങ്കിൽ അത് മുഖ്യമന്ത്രിയായി KM മാണിയാണ് യോഗ്യനെന്ന് പറഞ്ഞത് വളരെ ആലോചിച്ച് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങളുടെ പാർട്ടിക്ക് അങ്ങനെ ഒരു ലക്ഷ്യവും നീക്കവും ആഗ്രഹവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് KM മാണിയെ മുഖ്യമന്ത്രിയാക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ആ മുന്നണി വിടുമെന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ മുന്നണിക്ക് തുടരാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു പുനഃസംഘടന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്നൊരു പുനഃസംഘടനയ്ക്ക് ശ്രീ ഉമ്മൻചാണ്ടി മുതിർന്നിരുന്നുവെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ, മാറ്റങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകുമായിരുന്നു. അന്നത്തെ കേരള കോൺഗ്രസ് MLA-മാരുടെ എണ്ണം വെച്ചുകൊണ്ടും ആ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ MLA-മാരുടെ എണ്ണം വെച്ചുകൊണ്ടും കേരള കോൺഗ്രസ് പാർട്ടിക്ക് ആ ആവശ്യം ഉന്നയിക്കുന്നതിന് മറ്റാരുടെയും വക്കാലത്ത് വേണ്ടായിരുന്നു. അതിന് കോൺഗ്രസ് ആണ് വലിയ കക്ഷിയെന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് അങ്ങനെ നൽകുമോ എന്നൊന്നും ഇപ്പൊ കർണാടകയിൽ എന്തുണ്ടായി? അവിടെ ഏറ്റവും കൂടുതൽ MLA-മാരുള്ളത് കോൺഗ്രസിനാണ്. പക്ഷേ മുഖ്യമന്ത്രി ആയിരിക്കുന്നത് അവിടെ ജനതാദളാണ്. അപ്പൊ അതുകൊണ്ട് മുന്നണി രാഷ്ട്രീയത്തിൽ അങ്ങനെ വലിയ കക്ഷിക്ക് മാത്രമേ മുഖ്യമന്ത്രിയാകാൻ കഴിയുള്ളൂ എന്നുള്ള യാതൊരു നിയമമോ അല്ലെങ്കിൽ ചട്ടമോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ശ്രീ PC തോമസ്, മാണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബാക്കിയാക്കിയ ഏക ആഗ്രഹം മുഖ്യമന്ത്രി പദവിയായിരിക്കും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് ചെയർമാൻ സ്ഥാനം അദ്ദേഹം എപ്പോഴും അലങ്കരിക്കാൻ താല്പര്യം കാണിച്ചിരുന്നു. അദ്ദേഹം അധികാര സ്ഥാനങ്ങളെല്ലാം പിടിച്ചു വാങ്ങുക തന്നെ ചെയ്തിരുന്നു. പക്ഷേ ഇതൊരു മോഹമായി മാണിയിൽ അവശേഷിച്ചിരുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എനിക്ക് പൂർണ്ണമായി നന്നായിട്ട് കേൾക്കാൻ പറ്റിയില്ല. ഇത്രയേ ഉള്ളൂ. മുഖ്യമന്ത്രി സ്ഥാനം ഒരു ആഗ്രഹമായി ശ്രീ മാണിയിൽ അവസാനിച്ചിരുന്നില്ലേ? മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഏറ്റവും അർഹതയുള്ളവരിൽ ഒരാളായിരുന്നു മാണി സാർ എന്നുള്ളത് എല്ലാവരും സമ്മതിക്കും. പക്ഷേ പല സാഹചര്യങ്ങൾ ഒത്തുവന്നില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. പക്ഷേ അതിനുവേണ്ടി മുഖ്യമന്ത്രിയായേ പറ്റൂ എന്നുള്ള രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ നീക്കിയിട്ടുമില്ല. അങ്ങനെ നീക്കാനായിരുന്നുവെങ്കിൽ അല്പം വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ചില തീരുമാനങ്ങളൊക്കെ വേറെ രീതിയിൽ എടുത്തേനെ. എനിക്ക് തോന്നുന്നില്ല മുഖ്യമന്ത്രിയാകണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അദ്ദേഹം അത്രയ്ക്ക് അങ്ങോട്ട് കാര്യങ്ങൾ നീക്കിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു പരിധിവരെ അദ്ദേഹത്തിന് ആ ഒരു ആദരവ് കൊടുക്കാനായിട്ട് പല ആൾക്കാരും, പല പാർട്ടിക്കാരും, പല പാർട്ടികളുടെ പല നേതാക്കന്മാരും ഒക്കെ താല്പര്യം കാണിച്ചിട്ടുണ്ട്. പക്ഷേ ചില സമയത്തൊക്കെ അത് അദ്ദേഹം പൂർണ്ണമായിട്ട് അംഗീകരിക്കാതെ നിരാകരിച്ചിട്ടുമുള്ളത് എനിക്കറിയാം. ശ്രീ MA ബേബി, ശരിയാണ്, വർഗീയ പാർട്ടികളെ LDF-ൽ എടുക്കില്ല എന്നുള്ളൊരു തീരുമാനമുണ്ടായിരുന്നു. പിന്നീട് കോടിയേരി ബാലകൃഷ്ണൻ തന്നെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസിന് ആ തടസ്സമില്ല, അവർ നമ്മുടെ മുന്നണിയിൽ ഉണ്ടായിരുന്നവരായിരുന്നല്ലോ എന്ന്. അതായത് 80-ൽ കേരള കോൺഗ്രസിൻ്റെ ഇതേ മാണി ഗ്രൂപ്പ് തന്നെ LDF-ൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരുപക്ഷെ പിന്നീട് തീരുമാനിച്ചിട്ടുള്ള വർഗീയ പാർട്ടികൾ വേണ്ട എന്നുള്ള നയത്തിന് എതിരാകുമായിരുന്നില്ല മാണിയുടെ എപ്പോഴെങ്കിലും ഉണ്ടാകുമായിരുന്ന ആ തിരിച്ചുവരവ്. ബ്ലണ്ടായി ചോദിച്ചാൽ VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നത് കൊണ്ടാണോ, VS അച്യുതാനന്ദൻ്റെ എതിർപ്പുണ്ടായിരുന്നത് കൊണ്ടാണോ മാണി ഇന്ന് LDF-ൽ ഇല്ലാതെ പോയത്? ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ, കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഹലോ, ശ്രീ MA ബേബി താങ്കളോടായിരുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, VS-യുടെ തടസ്സവാദമാണോ മാണി സാറ് LDF-ൽ വരാൻ കഴിയാതെ പോയതിന്റെ കാരണം? ഇല്ല, CPIM-ൽ ശ്രീ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസിനെ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് പാർട്ടിയിൽ ഗൗരവമുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ല, LDF-ലും നടന്നിട്ടില്ല. പാർട്ടിയിൽ ഗൗരവമുള്ള ഒരു ചർച്ച നടന്നാലാണല്ലോ LDF-ൽ അത് ചർച്ച ചെയ്യപ്പെടുക. CPIM മാണി വിഭാഗം കേരള കോൺഗ്രസിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാക്കുന്നതിനെ കുറിച്ച് യാതൊരു ചർച്ചയും നടന്നിരുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചേരണം എന്ന ഗൗരവത്തോടു കൂടിയിട്ടുള്ള ചർച്ചകളൊന്നും മാണി വിഭാഗം കേരള കോൺഗ്രസിൽ നിന്ന് CPM-ന്റെ നേതൃത്വമായി നടന്നതായും എനിക്കറിവില്ല. ഒരുപക്ഷെ കമ്മിറ്റികളിൽ അത്തരം ചർച്ചകൾ നടന്നിട്ടുണ്ടാവില്ല. പക്ഷേ നേതൃത്വവുമായി മാണി കൃത്യമായി ആശയവിനിമയം ഉണ്ടാക്കിയിരുന്നില്ലേ? പിണറായി വിജയനോ കോടിയേരി ബാലകൃഷ്ണനോ? അതിൽ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയാണ് എങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്കുള്ള പ്രവേശം
സംബന്ധിച്ചുള്ള ആശയവിനിമയം നടന്നിട്ടുണ്ടാകില്ലേ? ഒരുപക്ഷെ നേരത്തെ KVS ചൂണ്ടിക്കാണിച്ചതുപോലെ CPI, VS അച്യുതാനന്ദൻ, ഇതായിരുന്നില്ലേ രണ്ട് പ്രധാനപ്പെട്ട വിലങ്ങുതടി? ഇല്ലെങ്കിൽ മാണി സാറ് LDF-ൽ ഇരിക്കേണ്ട ആളല്ലേ? അതെ, പാർട്ടി പ്ലീനത്തിനാണോ കോൺഗ്രസിനാണോ പാർട്ടി പ്ലീനത്തിൽ ഒരു സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് KM മാണിയായിരുന്നു. ജേക്കബ് ജോർജ്. അതെ, അന്ന് ആ സമ്മേളനത്തിന് പാലക്കാട്ട് KM മാണി പോയി പ്രസംഗിച്ചു, ഉദ്ഘാടനം നടത്തി. തീർച്ചയായിട്ടും അതൊക്കെ ഒരു തുടക്കമായിരുന്നു. ആത്യന്തികമായിട്ട് KM മാണിക്ക് ഒരു ഇടത് കൂട്ടുകെട്ട് അവസാന കാലഘട്ടത്തിൽ വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹം അങ്ങനെ ഒരു ബന്ധം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ടൈമിങ് ശരിയായില്ല. സമയം പക്വമായിരുന്നപ്പോൾ, അതാണ് ആന്റണി രാജു മുന്നോട്ട് വെച്ച ആ ഒരു സമയം, ആ ഒരു ടൈമിങ്ങിൽ KM മാണി ആ ഒരു ബസ് മിസ് ചെയ്തു. അല്ലായിരുന്നുവെങ്കിൽ പിന്നീട് അതിനുള്ള സാധ്യതകൾ കുറഞ്ഞു. വീണ്ടും ഒരു സാധ്യത അല്ലല്ല, അതൊന്ന് പൂർത്തിയാക്കട്ടെ. അതായത് ജേക്കബ് ജോർജ് അതിന് ഇങ്ങനെ വിശദീകരിക്കാമോ? അതായത് മാണി സാറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇരിക്കുന്ന സ്ഥലം മന്ത്രിസ്ഥാനം ദീർഘകാലത്തേക്കുള്ളതാണ് എന്നുള്ളത്, ഞാൻ കഴിഞ്ഞാൽ എൻ്റെ മകന് എന്നുള്ള നിലയിൽ ഉറച്ചതാണ് എന്നുള്ള തോന്നൽ. അതേസമയം അപ്പുറത്തേക്ക് ചാടുകയാണെങ്കിൽ 1 വർഷത്തേക്ക് മുഖ്യമന്ത്രി പദം. അക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ മാണി സാറിന് കഴിഞ്ഞില്ല. അപ്പോഴേക്കും നല്ല പാര കോൺഗ്രസിൽ നിന്ന് വീണ് കഴിഞ്ഞിരുന്നു. അല്ല, അതിൻ്റെ അകത്തെ പ്രധാന പ്രശ്നം ജോസ് കെ മാണി അതിനോട് യോജിപ്പ് കാണിച്ചില്ല. ജോസ് കെ മാണിയാണ് ആ ഒരു നീക്കത്തിന് തടയിട്ടത്, യാതൊരു സംശയമില്ല. ആ സമയത്തൊക്കെ ആന്റണി രാജുവും ഞാനുമൊക്കെ നിരന്തരം ഇതേക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമായിരുന്നു. ജോസ് കെ മാണിയാണ് ഒരു തവണ ജോസ് കെ മാണി തിരുവനന്തപുരത്ത് ഓടി വരികയും ചെയ്തു. കോട്ടയത്തുനിന്ന് അതെ, ഞാൻ ജോസ് കെ മാണിയൊക്കെ സംസാരിച്ചായിരുന്നു. കോട്ടയത്തുനിന്ന് ഓടി തിരുവനന്തപുരത്ത് വന്നു. പക്ഷേ തീരുമാനം എടുത്തില്ല, തീരുമാനം മറിച്ചായിരുന്നു. KM മാണിയുടെ അത്തരം നീക്കത്തെ ജോസ് കെ മാണി ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സമ്മതിച്ചില്ല എന്നുള്ളതാണ് ആ സമയത്ത് നടന്ന കാര്യം. ആന്റണി രാജു അതിനകത്ത് എന്ത് കൂട്ടിച്ചേർക്കും? ജോസ് കെ മാണി ഏതെങ്കിലും തരത്തിലൊരു ന്യൂട്രലെങ്കിലും ആയിരുന്നുവെങ്കിൽ മാണി സാറിന്റെ മുന്നണി പ്രവേശം, LDF പ്രവേശം നടന്നേനെ എന്നാണോ? അതിൻ്റെ അകത്ത് ചോദ്യം ഇതാണ്, പ്രസക്തമായ കാര്യം ഇതാണ്. അതിന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അംഗീകാരം ഉണ്ടാവുമായിരുന്നോ? മാർക്സിസ്റ്റ് പാർട്ടി മാണി സാറിനെ മുഖ്യമന്ത്രിയാക്കാൻ തയ്യാറാകുമായിരുന്നോ? അതിലാണല്ലോ പ്രധാനമായ വിഷയം ഇരിക്കുന്നത്. എല്ലാ അപ്രിയ സത്യങ്ങളും തുറന്നു പറയാൻ കഴിയില്ല രാഷ്ട്രീയത്തിൽ. പക്ഷേ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ സത്യമാണ്. ഒരു മാണി സാറ് മുഖ്യമന്ത്രിയാകാനുള്ള നീക്കം വളരെ ശക്തമായി യാഥാർത്ഥ്യമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് അടുത്തെത്തിയതാണ്. അപ്പോൾ ഞാനും പറഞ്ഞു കേട്ടത് ശ്രീ ജോസ് കെ മാണി ആ കാര്യത്തിൽ അവസാന നിമിഷം ജോസ് കെ മാണിക്കുണ്ടായ മനംമാറ്റമാണ് കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി ചില നൽകിയ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേന്ദ്രത്തിൽ മന്ത്രിസഭയിൽ ഒരു ബർത്തും 2016 ശേഷം ഉണ്ടാകുന്ന പുതിയ കേരള UDF ഗവൺമെന്റിൽ മാണി സാറിന് കുറെ കാലം മുഖ്യമന്ത്രി കസേരയും എന്നുള്ള വാഗ്ദാനം ശ്രീ ജോസ് കെ മാണിക്ക് നൽകിയെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ ജോസ് കെ മാണി അവസാന നിമിഷം മറിച്ചൊരു തീരുമാനം, ഒരു നിലപാട് എടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് മാണി സാറിന്റെ ആ തീരുമാനം അവസാനം മാറ്റേണ്ടി വന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയുന്നില്ല. പക്ഷേ ഏറ്റവും മാണി സാർ മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതകളും അല്ലെങ്കിൽ അതിനുള്ള എല്ലാ ഘട്ടങ്ങളിലേക്ക് അവസാന ഘട്ടത്തിൽ എത്തിയെന്നുള്ളത് ആണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അത് നടക്കാതെ പോയത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ശ്രീ ആന്റണി രാജു നിങ്ങളൊക്കെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് അതിന്റെ ശരിയായ അർത്ഥം. ഇനി അതിനപ്പുറത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അംഗീകാരമുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടി ഇതാ UDF ഗവൺമെന്റ് വീഴുന്നു, മാണി സാറിനെ മുഖ്യമന്ത്രിയാക്കിക്കോളാം എന്ന് മാർക്സിസ്റ്റ് പാർട്ടി അംഗീകരിച്ചിരുന്നോ? അവർ സമ്മതിക്കണമല്ലോ. അല്ല, അത് മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് മാണി സാർ സംസാരിച്ചോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. മാർക്സിസ്റ്റുകാർ അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ആന്റണി രാജുവിന്റെ വിനയം കാണുമ്പോൾ ശ്രീ ജേക്കബ് ജോർജ് താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഉമ്മൻചാണ്ടി
ഞാൻ പറയട്ടെ, അന്നത്തെ രാഷ്ട്രീയം, ഉമ്മൻചാണ്ടി എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും വിജയിച്ച ഒരു മുഖ്യമന്ത്രിയായിരുന്നു. മുന്നണിക്കകത്ത് അദ്ദേഹത്തിന്റെ നല്ല ഒരു സപ്പോർട്ട് ബേസ് ഉണ്ടായിരുന്നു. പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന് എതിർപ്പുണ്ടായിരുന്നു. രമേശൊക്കെ എതിർത്തിരുന്നുവെങ്കിലും ഉമ്മൻചാണ്ടിയുടെ നിയന്ത്രണം ശക്തം തന്നെയായിരുന്നു. ഏറ്റവും ഒടുവിൽ ശബരിനാഥിന്റെ വിജയം, അവിടെ CPM-നുണ്ടായ ഒരു തിരിച്ചടി, തീർച്ചയായിട്ടും സരിത പോലെയുള്ള വിഷയങ്ങൾ, മദ്യം ഉണ്ടാക്കിയ വിഷയങ്ങൾ, ഇതെല്ലാം രൂക്ഷമായിരുന്നു എങ്കിൽ പോലും ഉമ്മൻചാണ്ടിയുടെ ആ ഒരു ഇലക്ടറൽ പെർഫോമൻസ് ഉണ്ടല്ലോ, ഇതാ ഞാൻ വീണ്ടും തിരിച്ചു വരുന്നു എന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഉമ്മൻചാണ്ടിയെ മുന്നോട്ട് വിട്ടുകൂടാ എന്ന് സ്വാഭാവികമായിട്ടും CPM ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? അത് പാർട്ടി കമ്മിറ്റി തലത്തിലോ സെക്രട്ടേറിയറ്റ് തലത്തിലോ PB തലത്തിലോ ആയിരിക്കണം എന്നില്ല. വ്യക്തിപരമായിട്ട് നേതാക്കന്മാർ ഒരു ലൈൻ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടാകുമായിരുന്നില്ലേ അന്ന്? ഒരു അജണ്ട, ചെറുതായിട്ടൊരു അജണ്ട ഫോർമേഷൻ. എന്തൊക്കെയാണെങ്കിലും ഉന്നത തലത്തിൽ ചില യോഗങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഒരു വേദി നാട്ടകം ഗസ്റ്റ് ഹൗസ് ആയിരുന്നു. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. തിരുവനന്തപുരത്തും നിയമസഭയ്ക്കകത്തും ചില ഉന്നത തലത്തിലുള്ള ചില ആശയവിനിമയങ്ങൾ നടന്നിട്ടുണ്ട്. മാണിക്ക് എന്തോ ഒരു ഉറപ്പ് കിട്ടിയിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. KVS, അവസാനമായി BJP മുന്നണിയിലേക്ക് മാണി സാർ പോകുമോ എന്നത് സംബന്ധിച്ചുള്ള വലിയ ചർച്ചകളൊക്കെ തന്നെയും മാധ്യമങ്ങളിൽ എല്ലാ കാലഘട്ടത്തിലും നടന്നു. പക്ഷേ അക്കാര്യത്തിലും ഒരു തീരുമാനത്തിലെത്താൻ മാണി സാറിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മളൊരു ഗോവ ടൈപ്പ് പരീക്ഷണത്തിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോക്കൂ, 5ഓ 6ഓ ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ഉണ്ടല്ലോ. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞത്, ഇവിടുന്ന് ഹിന്ദുക്കൾ മാത്രമുള്ള ലിസ്റ്റ് പോയപ്പോൾ മോദി തന്നെ അത് വെട്ടി, ഇത്ര ക്രിസ്ത്യാനികൾ വേണം എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ ഒരു പരീക്കർ പരീക്ഷണം യഥാർത്ഥത്തിൽ BJP ഇവിടെ നേരത്തെ ശ്രമിച്ചിരുന്നു. മുരളീധരനെ പോലുള്ളവർ അതിന് വിലങ്ങുതടിയായിട്ടൊക്കെ നിന്നിട്ടുണ്ട് എങ്കിൽ തന്നെയും ഇക്കാര്യത്തിലൊരു ബോധപൂർവമായിട്ടുള്ള ശ്രമം അത് മാണി സാറിനെയാണ് മുൻനിർത്തി ഒരുപക്ഷെ ആ തന്ത്രം. നികേഷ്, എനിക്ക് തോന്നുന്നത് മാണി സാർ BJPയായിട്ട് സഹകരിക്കാൻ തയ്യാറായിരുന്നു പല സന്ദർഭത്തിലും. ഒരു ഘട്ടത്തിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ജോസ് കെ മാണിക്ക് കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു ഓഫർ പോലും കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അങ്ങനെയുള്ള ചില സൂചനകൾ എനിക്കും ലഭിച്ചിട്ടുണ്ട്. കാരണം പക്ഷെ ആ സമയത്ത് മാണി കോൺഗ്രസിനകത്ത് PJ ജോസഫ് ഇടം തിരിഞ്ഞ് നിന്നത് കൊണ്ടാണ് അതന്ന് മുന്നോട്ട് പോകാതിരുന്നത്. PJ ജോസഫ് അന്നും UDF-നെ തന്നെ തിരിച്ചു വരണം എന്നൊരു നിലപാടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പാർട്ടിയെ എപ്പോഴും ഈ അയോഗ്യതയൊക്കെ വളരെ കൂലങ്കഷമായി നോക്കുമായിരുന്നു. അതുകൊണ്ടാണ് അത് മുന്നോട്ട് പോകാതിരുന്നത്. ജോസ് കെ മാണി വാസ് ഇൻട്രസ്റ്റഡ് എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ചില സൂചനകൾ. ജോസ് കെ മാണിയും അമിത്ഷായും തമ്മിൽ ചർച്ച നടത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഇൻഫർമേഷൻ. ശരിയാണോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. തോമസ് ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ എന്തായാലും പോയിട്ടില്ല. PC തോമസ് മുഖേന ആവണമെന്നില്ല, പക്ഷെ അങ്ങനെ ഒരു സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. ഗുജറാത്തിലെ 2 ബിഷപ്പുമാർ കേരളത്തിൽ വന്നിട്ടാണ് ആദ്യം കേരള കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് സംസാരിക്കുന്നത്. ഗുജറാത്തിലെ, കാരണം അവർക്ക് നരേന്ദ്രമോദിയുമായിട്ട് അമിത്ഷായുമായിട്ടുള്ള നല്ല സൗഹൃദമുണ്ട്. അവർ മുഖേനയാണ് ആദ്യം ഈ ചർച്ചകൾ നടന്നിട്ടുള്ളത്. പിന്നീട് എനിക്ക് തോന്നുന്നു കേരളത്തിലെ സാമുദായിക താല്പര്യങ്ങളൊക്കെ അവർക്ക് സംരക്ഷിക്കണമല്ലോ കേരള കോൺഗ്രസ്സിന്. അപ്പോൾ അങ്ങനെയുള്ള എതിർപ്പുകളൊക്കെ വന്നിട്ടുണ്ടാവാം. പിന്നെ BJPയോടൊപ്പം ചേർന്നാൽ തൽക്കാലത്തേക്ക് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടുമെങ്കിൽ പിന്നീട് ജയിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള ആശങ്കയും ഒക്കെ അവരുടെ മുമ്പിൽ. പാലായിലൊക്കെ കഴിഞ്ഞ തവണ BJPക്കും BDJS-നും എത്ര വോട്ട് കിട്ടി? 10-30,000-അടുത്ത് വോട്ട് കിട്ടിയില്ല. അതിനകത്ത് സംശയമുണ്ടാവുമല്ലോ. സംശയമുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. തീരുമാനം എടുക്കാതിരുന്നത് മാണി സാറാണ്. മാണി സാറിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇറ്റ് വാസ്, കാരണം അരുൺ ജെയ്റ്റ്ലിയും മാണി സാറും ഒക്കെ ആയിട്ട് അത്ര നല്ല സൗഹൃദമായിരുന്നു. മാണി സാറിനെ ഞാനൊരു ഉദാഹരണം പറയാം. ഈ BJP മാണി സാറിനെതിരായിട്ട് കേരളത്തിൽ സമരം ചെയ്തു ബാർക്കോഴ സമയത്ത്. ആ സമയത്താണ് അരുൺ ജെയ്റ്റ്ലി എറണാകുളത്ത് വന്നിട്ട് മാണി സാറിൻ്റെ ആത്മകഥ പ്രകാശനം ചെയ്തത്. ഓർമ്മയുണ്ടോ? അന്ന് BJPക്കകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ സമയത്ത് കേരളത്തിൽ BJP സമരം ചെയ്യുമ്പോൾ ജെയ്റ്റ്ലി വരാമോ ഇല്ലയോ എന്ന്. ജെയ്റ്റ്ലി പറഞ്ഞു ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് തിങ് എന്ന് പറഞ്ഞിട്ട് അന്ന് അരുൺ ജെയ്റ്റ്ലി വന്നു കേരളത്തിൽ. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ശരി. KVS ഹരിദാസ്, ഒപ്പം തന്നെ ഈ വിഷയത്തിൽ സംസാരിച്ച ആന്റണി രാജു, ജേക്കബ് ജോർജ്, PC തോമസ്, MA ബേബി, നന്ദി ന്യൂസ് നൈറ്റിൽ സഹകരിച്ചത്. നമസ്കാരം.